നമസ്കാരം. മാർഗരറ്റും ഡസൻ റൈസും ആ വന്ന ആളിന്റെ മുന്നിൽ ശരിക്കും പെട്ടതുപോലെയായി. വന്ന ആള് വളരെ കാര്യമായിട്ട് തന്നെ ആഗമന ഉദ്ദേശം പറഞ്ഞിരിക്കുകയാണ്. അയാൾ രാജാവിന്റെ മൂത്ത മകൻ ലിയോൺ വില്യത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് വരുന്നത്. അവിടേക്ക് ലോഗൻ റൈസിനെ കൊണ്ടുപോകാനാണ് അയാൾ വന്നിരിക്കുന്നത്. അയാളുടെ ആവശ്യം കേട്ടതും ഡസൻ അയാളോട് ചോദിച്ചു, എനിക്ക് തീരെ സുഖമില്ല, നല്ല ക്ഷീണമുണ്ട്, ഞാൻ മറ്റൊരു അവസരത്തിൽ കൊട്ടാരത്തിലെത്തി പ്രിൻസിനെ കണ്ടോളാം, താങ്കൾ ആ കാര്യം പ്രിൻസിനോടൊന്ന് പറയണം. പ്രിൻസ് ലോഗൻ, സോറി, അത് പറ്റത്തില്ല, അങ്ങേ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ രാജകുമാരൻ്റെ വസതിയിൽ എത്തിക്കാനാണ് എനിക്ക് നിർദ്ദേശമുള്ളത്. ദയവായി അങ്ങ് എന്നോടൊപ്പം വരണം. നിങ്ങളെന്താ നിർബന്ധ ബുദ്ധി പിടിക്കുന്നത്? എനിക്ക് വരാനിപ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ ഡസൻ പറഞ്ഞതും അയാൾ പുറകിലോട്ടൊന്ന് നോക്കി. അയാളുടെ പുറകിൽ ഒരു വൻ ടീം തന്നെയുണ്ട്. ശരിക്കും മിടുക്കരായ ഒരു കൂട്ടം ആളുകളുമായിട്ടാണ് അയാൾ അവിടെ എത്തിയിരിക്കുന്നതെന്നുള്ള സൂചനയാണ് അയാളുടെ നോട്ടം. അത് കണ്ടതും മാർഗരറ്റ് ഡസനോട് പറഞ്ഞു, ലോഗൻ, നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർഗരറ്റ് ഡസന്റെ കൈ പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ വാഹനം വളരെ മനോഹരമായ ഒരു കൊട്ടാരത്തിന് മുന്നിലെത്തി. ഗേറ്റ് വഴി ആ വാഹനം അകത്തേക്ക് കടക്കുമ്പോൾ ലോഗൻ ആ രാത്രിയിൽ ആ ബിൽഡിംഗ് സസൂക്ഷ്മം നിരീക്ഷിച്ചു പോവുകയാണ്. കാരണം ആ ബിൽഡിംഗ് അത്ര മനോഹരമാണ്. ചക്രവർത്തിയുടെ മൂത്ത മകൻ ലിയോൺ വില്യം അയാളുടെ വസതി സൂക്ഷിച്ചിരിക്കുന്ന കാഴ്ച ആരെ ഒന്ന് അതിശയപ്പെടുത്തും. കാറ് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നീങ്ങുന്ന ആ അവസരത്തിൽ അവിടെയുള്ള പൂന്തോട്ടവും ചെടികളും എന്ന് വേണ്ട എല്ലാം ശരിക്കും ആകർഷകമാണ്. മാർഗരറ്റും ഡസ്റ്റും കൂടി കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടക്കുമ്പോൾ അവർക്ക് വഴികാട്ടിയായി അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച മനുഷ്യനുണ്ട്. കൊട്ടാരത്തിനകത്തേക്ക് ആ വഴികാട്ടിയുടെ പുറകെ നടക്കുമ്പോൾ ഡസൻ വളരെ കൗതുകപൂർവ്വമാണ് കൊട്ടാരത്തിന്റെ ഉൾഭാഗമൊക്കെ വീക്ഷിക്കുന്നത്. ശരിക്കും ആരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്രയും മനോഹരമാണ് ഓരോ മുറികളും. മുറികൾ മാത്രമല്ല, കോറിഡോറും എല്ലാം മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട്, പെയിന്റിങ്ങുകൾ കൊണ്ട്, അതിമനോഹരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. കൊത്തുപണികളാൽ സമർത്ഥമാണ് അവിടെയുള്ള എല്ലാ ഫർണിച്ചറും. അനവധി മുറികളിലൂടെയും കോറിഡോറിലൂടെയും കടന്ന് അവർ ഒരു പ്രധാന മുറിയിലേക്ക് വന്നു. ആ മുറിയിലേക്ക് അവർ കടക്കുമ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വിശാലമായ ഒരു ടേബിളിന്റെ അടുത്തിരിക്കുകയാണ്. മുറിക്കുള്ളിലേക്ക് മാർഗരറ്റും ഡസനും കടന്നു വരുന്ന കണ്ടതും അയാൾ ഉറക്കെ അവരെ അഭിസംബോധന ചെയ്തു. ഹേയ് ലോഗൻ, എത്ര നാളായി കണ്ടിട്ട്. ഹലോ സിസ്റ്റർ മാർഗരറ്റ്, സുഖമല്ലേ? രണ്ടുപേരെയും അങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് സുമുഖനായ ആ ചെറുപ്പക്കാരൻ ഡസന് നേരെ നടന്നു വന്നു. ഡസനെ കണ്ടതും അയാൾ ഡസനെ ആലിംഗനം ചെയ്യുകയാണ്. യുവർ ഹൈനസ്, അങ്ങനെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആലിംഗനം ചെയ്യുന്നതിനിടയിൽ ഡസന്റെ വായിൽ നിന്ന് അങ്ങനെയാണ് വാക്കുകൾ പുറത്തേക്ക് വന്നത്. അത് കേട്ടതും ലിയോൺ വില്യം ഡസനോട് പറഞ്ഞു, ലോഗൻ, നമുക്കിടയിൽ ഔപചാരികതയുടെ ഒരു ആവശ്യവുമില്ല. ഞാൻ ലോഗന് സ്റ്റോണിയിൽ എത്തിയ വിവരം പറഞ്ഞ് ഇങ്ങോട്ട് കാണാൻ വിളിച്ചതല്ലേ. ബാ ഇരിക്കെ, ഒരുപാട് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോഗനെ അയാളുടെ അടുത്തേക്ക് ക്ഷണിച്ചു. മാർഗരറ്റും ശരിക്കും സന്തോഷത്തോടുകൂടി വില്യത്തിന്റെ അടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇരിപ്പ് ഉറപ്പിച്ചപ്പോൾ ലോഗൻ വില്യത്തിനോട് ചോദിച്ചു, അല്ല പ്രിൻസ്, എന്താ എന്നെ രാത്രി വിളിച്ചതിന്റെ കാര്യം? ലോഗൻ, ഞാൻ വളച്ചുകിട്ടില്ലാതെ കാര്യത്തിലേക്ക് വരാം. ലോഗൻ, ചക്രവർത്തി തിരുമനസിനെ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു. അല്ല ലോഗൻ, എന്തിനാ ഈ രാത്രി ചക്രവർത്തി അടുത്തു പോയത്? പ്രിൻസ്, ചക്രവർത്തിക്ക് എന്നെ കാണണോ തോന്നിയപ്പോ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചതാണ്. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ലോഗൻ, എന്നെ അങ്ങനെ വില കുറച്ച് കാണണ്ട. ലോഗനെ ഈ രാത്രി ചക്രവർത്തി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിക്കണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാകും. ലോഗൻ, ആ കാര്യം അതെന്താണെങ്കിലും എന്നോട് പറയണം. ഡസൻ റൈസിനോട് പ്രിൻസ് വില്യം അങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഡസൻ ചുറ്റും ഒന്ന് നോക്കി. അത് കണ്ടതും പ്രിൻസ് വില്യം ഉറക്കെ അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, എല്ലാവരും മുറിക്ക് പുറത്തേക്ക് പോയി. മാർഗരറ്റ്, ഞാനേ കുറച്ചു നല്ല കളക്ഷൻസ് നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അകത്തെ മുറിയിൽ അതുണ്ട്. മാർഗരറ്റ്, നീ ചെന്ന് അതൊന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും. മാർഗരറ്റിനെയും അവിടെ നിന്ന് ഒഴിവാക്കാൻ പ്രിൻസ് വില്യം ആഗ്രഹിക്കുന്നുവെന്ന് അയാളുടെ മറുപടി വിളിച്ചു പറയുകയാണ്. മാർഗരറ്റ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റു. മാർഗരറ്റ് പുറത്തേക്ക് പോയതും ഡസൻ റൈസ് പെട്ടെന്ന് ചെന്ന് വാതിലടച്ചു. എന്തോ ഒരു രഹസ്യം ഡസ്റ്റിന് പറയാനുണ്ടെന്ന് ആ വാതിലടയ്ക്കുന്ന രീതി കാണുമ്പോൾ ഉറപ്പാണ്. ഡസ്റ്റിൻ പ്രിൻസ് വില്യത്തിന് അടുത്തിരുന്നതും പ്രിൻസ് വില്യം
അയാളുടെ പോക്കറ്റിൽ കൈയിട്ട് ഒരു ചെറിയ പെട്ടി പുറത്തേക്ക് എടുത്തു. ഒരു ചെറിയ ഉടൻ ബോക്സാണ്. ആ ബോക്സ് അയാൾ ഡസ്റ്റിന്റെ കയ്യിലേക്ക് കൊടുത്തു. രാജകുമാര, ഇതെന്താ ഇത്? ഡസൻ അതൊന്ന് നോക്ക്. ഡസൻ ആ ഉടൻ ബോക്സ് വാങ്ങി ഒന്ന് തുറന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ ബോക്സിനകത്ത് ഡസനെ കാത്തിരുന്നത്. സെലസ്റ്റിയൽ ഐ എന്ന് വിളിക്കപ്പെടുന്ന അതീവ വിശിഷ്ടമായ ഒരു ക്രിസ്റ്റലാണ് അതിനകത്തുള്ളത്. ആ ക്രിസ്റ്റലിലേക്ക് കൗതുകപൂർവ്വം നോക്കി ഡസൻ പ്രിൻസിനോട് പറഞ്ഞു, ഏയ് രാജകുമാര, ഇത് സെലസ്റ്റിയൽ ഐ അല്ലേ? അതെ ലോഗൻ, അത് സെലസ്റ്റിയൽ ഐ ആണ്. ഇത് ശരിക്കും ഒരു അമൂല്യ വസ്തുവാണ്. ഇതിലൂടെ അമൂല്യമായ പലതും കാണാൻ പറ്റും. അതുമാത്രമല്ല, ശരിക്കും ഇത് കൈവശമുള്ള ആൾക്ക് അയാളുടെ ശക്തി വർദ്ധിപ്പിക്കാനും പറ്റും. അത് കേട്ടതും ഡസ്റ്റിൻ വില്യത്തിനോട് പറഞ്ഞു, പ്രിൻസ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. ലോഗൻ, നമ്മുടെ ഡ്രാഗൺ മാഷ് കിങ്ഡത്തിന്റെ നട്ടല് ഡ്രാഗൺ വെയിനാണ്. അത് ഇപ്പോൾ 5 പാർട്ടുകളായി ഡ്രാഗൺ മാഷ് കിങ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കണ്ണ് കൂടിയത് തീരും. ഞാൻ അതുകൊണ്ടാണ് ഇത് ലോഗിന് തരുന്നത്. അല്ല, പ്രിൻസ് പറഞ്ഞു വരുന്നത് ഞാൻ ഡ്രാഗൺ വെയിൻ കണ്ടുപിടിക്കണമെന്നാണോ? ലോഗൻ, ഞാൻ വെറുതെ ഒരു കാര്യവും ചെയ്യില്ല എന്നാണ് എന്നെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറയുക. എനിക്ക് ലോഗന്റെ ഡെസ്റ്റിനി, വിധി എന്താണെന്ന് അറിയാം. ലോഗൻ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡ്രാഗൺ വെയിൻ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ലോഗൻ ഇടപെടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിത് ലോഗന് തരുന്നത്. ഡ്രാഗൺ വെയിൻ കണ്ടുപിടിക്കാൻ ആ കണ്ണ് തന്നെ സഹായിക്കുമെന്ന് വില്യം പറഞ്ഞപ്പോൾ ഡസ്റ്റിന് ഒരു കൗതുകം അതിനകത്തോട്ടുണ്ട്. ഡസ്റ്റിന്റെ കൗതുകം മനസ്സിലാക്കിയ വില്യം ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, ആ ഡ്രാഗൺ വെയിൻ ശരിക്കും സ്പിരിച്വൽ എനർജിയാണ്. ആ സ്പിരിച്വൽ എനർജി നിങ്ങൾ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായകരമായ ഒന്നാണ്. ആ സ്പിരിച്വൽ എനർജി ലോഗന് അബ്സോർവ് ചെയ്യാൻ പറ്റിയാൽ ലോഗൻ, നീ ഈ ഭൂമിയിലെ ഏറ്റവും ശക്തനാകും. പ്രിൻസ് വില്യം ആ ഡയലോഗ് പറഞ്ഞതും ഡസ്റ്റിൻ ആ ബോക്സ് അടച്ച് ഡസ്റ്റിന്റെ പോക്കറ്റിലോട്ട് ഇട്ടു. ഇതാ ഒരു സമ്മാനം പ്രിൻസ് വില്യം തനിക്ക് നൽകിയിരിക്കുകയാണ്. ഇനി എന്തായാലും പ്രിൻസ് വില്യത്തിനോട് കാര്യം പറഞ്ഞേ പറ്റൂ. ഡസ്റ്റിൻ പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, ചക്രവർത്തി എന്നെ വിളിപ്പിച്ചത് സത്യമായിട്ടും വളരെ നിർണായകമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാനാണ്. ഡസ്റ്റിൻ പറയുന്നത് വല്ലാതെ ആകാംക്ഷയോടെ വില്യം കേട്ടിരിക്കുകയാണ്. വില്യത്തിന്റെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ഡസ്റ്റിൻ പറഞ്ഞു, ചക്രവർത്തിക്ക് കിരീടാവകാശി തീരുമാനിക്കാനുള്ള ഒരു മോഹം ഉണ്ടായിരിക്കുകയാണ്. ലോഗൻ, ചക്രവർത്തി അത് തീരുമാനിച്ചു. ആരാണ് കിരീടാവകാശി എന്നും? പ്രിൻസ്, ചക്രവർത്തി തീരുമാനിച്ചില്ല. ചക്രവർത്തി എന്നോടൊരു അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 3 മക്കളിൽ കിരീടാവകാശിയാകാൻ പറ്റിയ ആള് ആരാണെന്ന് ഞാൻ പറയണമെന്നാണ് ചക്രവർത്തി പറയുന്നത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഇപ്പൊ ഇതാ ലോഗൻ റൈസ് വില്യത്തോട് പറഞ്ഞത്. അത് കേട്ടതും വില്യത്തിന്റെ മുഖത്ത് ശരിക്കും സന്തോഷം ഉണ്ടാവുകയാണ്. ലോഗൻ എന്നിട്ട് പറഞ്ഞു ആരാണ് അനുയോജ്യനെന്ന്? പ്രിൻസ്, ഞാൻ അതെങ്ങനെ ഉടൻ അദ്ദേഹത്തെ അറിയിക്കും. അദ്ദേഹത്തിന്റെ മക്കളെ പഠിക്കുന്നില്ലേ ഉള്ളൂ. ലോഗൻ എന്റെ പേരാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായും ഞാൻ ലോകനൊപ്പം ഉണ്ടാവും. ലോഗൻ എന്താവശ്യമുണ്ടെങ്കിലും ലോഗൻ എന്നെ കോണ്ടാക്ട് ചെയ്യും. വളരെ സന്തോഷത്തോടുകൂടി പ്രിൻസ് വില്യം അത്രയും പറയുമ്പോഴേക്കും മാർഗറ്റ് മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. ഡസൻ റൈസും അവളുടെ സഹോദരനും തമ്മിൽ കാര്യമായി എന്തോ സംസാരിച്ചു കഴിഞ്ഞുവെന്ന് അകത്തേക്ക് കടന്നു വരുന്ന നിമിഷത്തിൽ മാർഗറ്റ് മനസ്സിലാവുകയും ചെയ്തു. മാർഗറ്റ് ചിരിച്ചുകൊണ്ട് അവളുടെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ബ്രദർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, ഞാനത് എടുത്തിട്ടുണ്ടേ. മാർഗറ്റ്, നിനക്ക് ഇഷ്ടമുള്ള എല്ലാം എടുക്കാം, നിനക്ക് വേണമെങ്കിൽ അത് മുഴുവൻ എടുക്കാം. വില്യത്തിന്റെ ഏക സഹോദരിയാണ് മാർഗറ്റ്. അതുകൊണ്ടാണ് അയാൾ വളരെ സ്നേഹത്തോടെ മാർഗറ്റിനോട് അങ്ങനെ പറയുന്നത്. മാർഗറ്റും ഡസ്റ്റിനും വില്യത്തോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഡസ്റ്റിൻ മാർഗറ്റിനോട് വില്യം സംസാരിച്ച കാര്യം സൂചിപ്പിച്ചു. ലോഗൻ, ചേട്ടനോട് ലോഗൻ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ചക്രവർത്തി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അവര് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൽ കൂടി യാത്ര ചെയ്യുകയാണ്. ഡസ്റ്റിന്റെ കണ്ണുകൾ അങ്ങനെ അടഞ്ഞു വരികയാണ്. ഡസ്റ്റിൻ പെട്ടെന്നങ്ങ് ഉറങ്ങിപ്പോയ ഡസ്റ്റിൻ വാഹനത്തിന്റെ കുലുക്കത്തിൽ അടുത്തിരിക്കുന്ന മാർഗറ്റിന്റെ പുറത്തേക്ക് വന്ന് വീണു. മാർഗറ്റിന്റെ പുറത്തേക്ക് വന്ന് വീണതും ഡസ്റ്റിൻ അറിയാതെ മാർഗറ്റിന്റെ പുറത്തുനിന്ന് പിടിച്ചു പോവുകയാണ്. മാർഗറ്റിന്റെ പുറത്ത് ഡസ്റ്റിന്റെ കൈ പതിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ ഡസ്റ്റിന്റെ മനസ്സിൽ ആ നിമിഷത്തിൽ നടാഷ ഹാർമണ ഉള്ളത്. നടാഷ ഹാർമണിന്റെ പുറത്ത് തന്റെ കൈ ഇരിക്കുകയാണെന്നുള്ള തോന്നലാണ് ആ നിമിഷത്തിൽ ഡസ്റ്റിനുള്ളത്. ഡസ്റ്റിന്റെ കൈ
നടാഷയാണെന്ന് കരുതി മാർഗരറ്റിന്റെ പുറത്ത് ഒന്ന് പ്രസ് ചെയ്തതും മാർഗരറ്റ് ഡസ്റ്റിനെ തട്ടി വിളിച്ചു. ലോഗൻ ലോഗൻ. പെട്ടെന്ന് ഡസ്റ്റിൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ ഡസ്റ്റിൻ കാണുന്നത് അടുത്തിരിക്കുന്ന മാർഗരറ്റിനെയാണ്. മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ലോഗൻ, എൻ്റെ ശരീരത്തിൽ ആവശ്യത്തിന് തൊട്ട് കഴിഞ്ഞെങ്കിൽ ഇനി കൈ എടുക്കാം. അപ്പോഴാണ് ഡസ്റ്റിൻ അയാളുടെ കൈ മാർഗരറ്റിന്റെ ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണുന്നത്. ഞെട്ടിപ്പോയ ഡസ്റ്റിൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. സോറി, ഞാൻ അറിയാതെ. അതൊക്കെ മനസ്സിലായി. മാർഗരറ്റ് അങ്ങനെ പറയുമ്പോഴേക്കും വണ്ടി സ്റ്റോപ്പായി. വണ്ടി സ്റ്റോപ്പായതും പെട്ടെന്ന് അവിടെ സംഭാഷണം അങ്ങ് മുറിയുകയാണ്. വാഹനത്തിന് തൊട്ടു മുന്നിൽ അനവധി വാഹനങ്ങൾ നിൽക്കുകയാണ്. ഡ്രൈവറോടായി മാർഗരറ്റ് ചോദിച്ചു, എന്തു പറ്റി പ്രിൻസസ്? നമ്മുടെ വഴി തടഞ്ഞിരിക്കുകയാണ്. വഴി തടഞ്ഞെന്നു അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർഗരറ്റ് പുറത്തേക്ക് ഇറങ്ങപ്പോൾ മറുഭാഗത്തൂടി ഡസ്റ്റിനും പുറത്തിറങ്ങി. അവരുടെ മുന്നിൽ അനവധി വാഹനങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽപ്പുണ്ട്. ആ വാഹനങ്ങളുടെ ഏറ്റവും മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അവർക്ക് നേരെ നടന്നു വരികയാണ്. അയാൾ മാർഗരറ്റിനെയും ഡസ്റ്റിനെയും കണ്ടതും അവരെ അഭിസംബോധന ചെയ്തു. പ്രിൻസ് മാർഗരറ്റ്, പ്രിൻസ് ലോഗൻ, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ രാജകുമാരന്റെ ഉത്തരവ് അനുസരിച്ച് വന്നതാണ്. ആ മനുഷ്യൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നതും മാർഗരറ്റിന് കഥ മനസ്സിലായി. അവളുടെ രണ്ടാമത്തെ സഹോദരൻ ലിയോൺ ഹെയ്ഡന്റെ വലങ്കയാണ് ആ സംസാരിച്ചു കൊണ്ടുവരുന്ന കക്ഷി. അയാൾ ആർമിയിലെ ഒരു മേജർ കൂടിയാണ്. നിങ്ങളെന്തിനാ ഞങ്ങളെ വഴി തടഞ്ഞത്? പ്രിൻസസ് ക്ഷമിക്കണം, പ്രിൻസ് ലോഗനെ തിരുമനസ് അദ്ദേഹത്തിന്റെ ബസ്സിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അത് കേട്ടതും ഡസ്റ്റിൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തായി പറയുന്നത്? ഈ രാത്രിയാണോ ആളുകൾ ക്ഷണിക്കുന്നത്? അതും റോഡ് വഴി തടഞ്ഞ്? പ്രിൻസ് ലോഗൻ ക്ഷമിക്കണം, തിരുമനസ് അങ്ങേ കാണാൻ വേണ്ടി കൊട്ടാരത്തിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങ് ദയവായി അങ്ങോട്ട് വരണം. എനിക്ക് ശരിക്കും ക്ഷീണമുണ്ട്. പ്രിൻസ് ലോഗൻ, അതൊന്നും വിഷയമാക്കണ്ട. തിരുമനസ് അങ്ങേക്ക് വേണ്ടി വിഭവസമർത്ഥമായിട്ട് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് കേട്ടത് ഡസ്റ്റിൻ മാർഗരറ്റിനൊന്ന് നോക്കി. അടുത്ത നിമിഷം മാർഗരറ്റും ഡസ്റ്റിനും അവരുടെ വാഹനത്തിൽ അവരെ തടഞ്ഞ വാഹനങ്ങളെ ഫോളോ ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ രണ്ടാമത്തെ രാജകുമാരന്റെ കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരം ആദ്യത്തെ കൊട്ടാരത്തിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യത്തെ കൊട്ടാരം ശരിക്കും ലാവിഷ് ആണെങ്കിലും രണ്ടാമത്തെ കൊട്ടാരത്തിനകത്ത് കടന്ന ഡസ്റ്റിന് ആദ്യമേ ഫീൽ ചെയ്തത് അതിൻ്റെ രഹസ്യാത്മകതയാണ്. ശരിക്കും ഒരു നിഗൂഢത ആ ബിൽഡിങ്ങിനകത്തുണ്ട്. ആ ബിൽഡിങ്ങിനകത്തെ കോറിഡോറുകളും അതുപോലെ മുറികളും ഒക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു തോന്നൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഡസ്റ്റിന് ഉണ്ടാവുകയാണ്. ഡസ്റ്റിനെയും മാർഗരറ്റിനെയും ആ മേജർ രണ്ടാമത്തെ രാജകുമാരന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഡസ്റ്റിനെ കണ്ടതും ലിയോൺ ഹെയ്ഡൻ ഓടി ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ലോഗൻ, എത്ര നാളായി കണ്ടിട്ട്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഓടി വരുന്നത്. അപ്പോഴാണ് അയാൾ മാർഗരറ്റിനെ കണ്ടത്. സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നോ? ബാ. രണ്ടുപേരെയും അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു. പെട്ടെന്ന് തന്നെ സംഭാഷണം പ്രധാന വിഷയത്തിലേക്ക് കടന്നു. ലോഗൻ, ഈ രാത്രിയിൽ ലോഗനെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോ എന്തിനാ ലോഗൻ ജ്യേഷ്ഠന്റെ വസതി പോയത്? അതാണോ കാര്യം? ഞാൻ സ്റ്റോണി വന്ന വിവരം പറഞ്ഞപ്പോൾ പ്രിൻസ് വില്യം എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണ്. ലോഗൻ, ഞാൻ വെറുമൊരു രാജകുമാരനാണ് എന്നങ്ങ് കരുതരുത്. ലോഗൻ, ഈ രാത്രിയിൽ കൊട്ടാരത്തിൽ ചക്രവർത്തിയുടെ ആ കിടപ്പറയിൽ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. ചക്രവർത്തി കണ്ടതിന് ശേഷം ലോഗൻ ജ്യേഷ്ഠനെയും കണ്ടു. ഇത് രണ്ടും യാദൃശ്യമായി സംഭവിച്ചതല്ല എന്ന് എനിക്കറിയാം. ഈ രാത്രിയിൽ അവരുടെ അടുത്തേക്ക് ലോഗൻ വെറുതെ എത്തില്ല എന്നെനിക്കറിയാം. എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ബേസ്? അത് എനിക്കറിയണം. ഡസ്റ്റിൻ റൈസിനോട് പ്രിൻസ് ലിയോൺ ഹെയ്ഡൻ അങ്ങനെ സൂചിപ്പിച്ചതും മാർഗരറ്റ് ഹെയ്ഡനോട് പറഞ്ഞു, ചേട്ടൻ ചോദിക്കുന്നത് ശരിക്കും വിലപിടിപ്പുള്ള ഒരു വിവരമാണ്. അങ്ങനെ മാർഗരറ്റ് പറഞ്ഞതും ഹെയ്ഡൻ ഒന്ന് ചിരിച്ചു. മാർഗരറ്റ്, നീ അത് പറഞ്ഞു നന്നായി. അങ്ങനെ പറഞ്ഞിട്ട് ഹെയ്ഡൻ ഒന്ന് കൈയടിച്ചതും കുറെ പരിചാരകർ അനവധി താലങ്ങളുമായി അങ്ങോട്ട് വന്നു. താലങ്ങളും പെട്ടികളൊക്കെ ഉണ്ട്. അവിടെയുള്ള വലിയ ടേബിളിന്റെ മുകളിലേക്ക് ആ പെട്ടികളും താലങ്ങളും കൊണ്ടുവച്ചു. ആ താലങ്ങളിലേക്ക് ഡസ്റ്റിൻ റൈസും മാർഗരറ്റും നോക്കുമ്പോഴേക്കും പരിചാരകർ ആ പെട്ടികളും തുറന്നു കഴിഞ്ഞു. ശരിക്കും ആ മേശപ്പുറം ഒരു കാഴ്ച തന്നെയാണ്. ഡസ്റ്റിൻ റൈസും മാർഗരറ്റും ഏതാണ്ട് ഞെട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും വെല്ലുവിളിപ്പുള്ള
രത്നങ്ങളും മാലകളും വളകളുമൊക്കെ ഇഷ്ടംപോലെ അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അത് മുഴുവൻ ഡസ്റ്റിനുള്ള സമ്മാനമാണെന്ന് പ്രിൻസ് ലിയോൺ ഹെയ്ഡൻ സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ മാർഗറ്റ് അമ്പരപ്പോടെ ഡസ്റ്റിനെയും ആ സമ്മാനത്തിലേക്ക് നോക്കുകയാണ്. ആ സമ്മാനത്തിലേക്ക് ഡസ്റ്റിൻ നോക്കുന്ന കണ്ടതും പ്രിൻസ് ഹെയ്ഡൻ ലോഗനോട് പറഞ്ഞു, ലോഗൻ, ഇതെന്റെ ഒരു ടോക്കണായി കരുതിയാൽ മതി. ലോഗൻ, കാര്യങ്ങൾ എന്നോട് പറ. അങ്ങനെ പ്രിൻസ് ഹെയ്ഡൻ സൂചിപ്പിച്ചതും ലോഗൻ ഒന്ന് ചുറ്റും നോക്കി. ശരിക്കും അവിടെ ഒരുപാട് പരിചാരകരുണ്ട്. ആ പരിചാരകരെയാണ് ഡസ്റ്റിൻ നോക്കുന്നത് മനസ്സിലായതും ഹെയ്ഡൻ പരിചാരകരോട് പറഞ്ഞു, ഏയ്, നിങ്ങളൊക്കെ പുറത്തേക്ക് പോയി. ഒന്നാമത്തെ രാജകുമാരൻ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ രാജകുമാരനും മാർഗറ്റിനെയും അവിടെ നിന്ന് ഒഴിവാക്കി. മാർഗറ്റിനോടായി ഹെയ്ഡൻ പറഞ്ഞു, നീ കുറച്ച് സമയം അടുത്ത മുറിയിലൊന്ന് പോയിരിക്കൂ, ഞാൻ ലോഗനോടൊരു കാര്യം സംസാരിച്ചോട്ടെ. അത് കേട്ടതും മാർഗറ്റ് ഹെയ്ഡനോട് പറഞ്ഞു, എന്നാ അങ്ങനെ ആകട്ടെ. അവൾ കൂടുതൽ ബലം പിടിക്കാതെ അടുത്ത മുറിയിലേക്ക് നടന്നു. മാർഗറ്റ് പോയി കഴിഞ്ഞതും ഹെയ്ഡൻ തന്നെ മുറിയുടെ വാതിലടച്ച് കൂട്ടിയിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ലോഗൻ, എന്താ എന്താ ഉണ്ടായേ? പ്രിൻസ്, സത്യമായിട്ടും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ലോഗൻ, പറയൂ, എന്ത് സംഭവം ഉണ്ടായേ? ചക്രവർത്തി എന്നെ വിളിപ്പിച്ചത് അടുത്ത കിരീടാവകാശി ആരായിരിക്കണമെന്ന് ചർച്ച ചെയ്യാനാണ്. ചക്രവർത്തി അടുത്ത കിരീടാവകാശിയെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയോ? ചക്രവർത്തിക്ക് അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെയാണ് കിരീടാവകാശി ആക്കേണ്ടതെന്ന് ഒരു ധാരണ ആയില്ല. എന്നോട് നിങ്ങൾ 3 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഏയ് ലോഗൻ, ലോഗൻ എന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞോ? ഏയ് പ്രിൻസ്, ഞാനതെങ്ങനെ പറയും? ഞാൻ നിങ്ങളൊന്ന് പഠിക്കുന്നല്ലേ ഉള്ളൂ. ലോഗൻ, പഠിച്ചോളൂ പഠിച്ചോളൂ, എത്ര വേണോ പഠിച്ചോളൂ. പക്ഷെ ലോഗൻ, ഞാൻ ലോഗന് ഉറപ്പ് തരാം, ലോഗൻ ആയിരിക്കുമല്ലോ വെസ്റ്റ് ലുക്കോസിയിലെ അടുത്ത രാജാവ്. ലോഗൻ വെസ്റ്റ് ലുക്കോസിയിലും ഞാനിവിടെ ഡ്രാഗൺ മാർഷിലെ ഈ സ്റ്റോറിയും ഭരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് നമ്മുടെ ഈ ഡ്രാഗൺ കിങ്ഡത്തെ ശക്തമാക്കി എടുക്കാം. നമ്മൾ രണ്ടും സഹോദരങ്ങളല്ലേ, നമ്മൾ രണ്ടുകൂടെ ഒരുമിച്ച് നിന്നാൽ ഈ ലോകം നമുക്ക് കീഴടക്കാൻ പറ്റും. വളരെ ശക്തമായി, ശരിക്കും സന്തോഷത്തോടുകൂടി അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ലോഗനെ കെട്ടിപ്പിടിക്കുകയാണ്. അയാൾക്ക് ഇപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഡ്രാഗൺ മാർഷിന്റെ അടുത്ത ചക്രവർത്തി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ലോഗനാണ്. ലോഗൻ പറയുന്ന ആളിനെയാകും ചക്രവർത്തി കിരീട അവകാശിയായി പ്രഖ്യാപിക്കുക. എന്ന് പറയുമ്പോൾ ലോഗന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. പെട്ടെന്ന് പ്രിൻസ് ഹെയ്ഡൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ലോഗൻ, ഇത് സംസാരിക്കാനോ ജ്യേഷ്ഠൻ ലോഗനെ വിളിപ്പിച്ചത്? അതെ പ്രിൻസ്, അദ്ദേഹത്തിനും ഈ കാര്യം അറിയണമായിരുന്നു. ഞാൻ അദ്ദേഹത്തോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുണ്ട് കിരീടാവകാശിയാവാൻ. ലോഗൻ, എനിക്ക് മനസ്സിലാവും അത്. ചക്രവർത്തിയാകാൻ ആരാ ആഗ്രഹിക്കാത്തത്? ഓക്കെ ലോഗൻ, ഞാൻ എന്തായാലും ലോഗനൊപ്പം ഉണ്ടാവും. ലോഗൻ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എപ്പോഴും ഈ വാതിൽ ലോഗന് വേണ്ടി ഞാൻ തുറന്നിട്ടിരിക്കും. മൂത്ത മകൻ വില്യം പറഞ്ഞ അതേ വാചകം തന്നെ രണ്ടാമത്തെ മകൻ ഹെയ്ഡനും പറയുകയാണ്. 2 പേർക്കും ചക്രവർത്തിയാകാൻ താല്പര്യമുണ്ട്. പ്രിൻസ് ഹെയ്ഡന് അയാളുടെ അച്ഛന്റെ മോശമായി വരുന്ന ആരോഗ്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിരീടാവകാശിയെ പ്രഖ്യാപിക്കും. ആ കിരീടാവകാശി ആരാണെന്ന് തീരുമാനിക്കുന്നതിൽ ലോഗനുള്ള പങ്ക് വളരെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ലോഗനെ കൂടെ നിർത്താനായി അയാളുടെ കഴിവിന്റെ പരമാവധി ഒരു ശ്രമം നടത്തുകയാണ്. ഈ സമയമായപ്പോൾ മാർഗറ്റ് അകത്തേക്ക് വന്നു. മാർഗറ്റും ഡസ്റ്റിനും ഹെയ്ഡനോട് യാത്ര പറയുമ്പോൾ ഹെയ്ഡൻ അവരോട് പറഞ്ഞു, ലോഗൻ, ഈ സമ്മാനങ്ങളൊക്കെ ഞാൻ പ്രത്യേക ദൂതം വഴി ലോഗൻ താമസിക്കുന്ന വില്ലയിലെത്തിക്കാം. ആ രാത്രിയിൽ ആ സമ്മാനങ്ങൾ അവരുടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത്രയേറെ സമ്മാനങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. ഡസൻ റൈസും മാർഗറ്റും കൂടി വീണ്ടും കാറിലേക്ക് കയറി അവരുടെ കാറ് യാത്ര തുടരുകയാണ്. ഈ സമയത്ത് ലോഗൻ മാർഗറ്റിനോട് പറഞ്ഞു, ഏയ് മാർഗറ്റ്, നിന്റെ ചേട്ടൻ ഒരുപാട് സമ്മാനങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇത്രയും സമ്മാനങ്ങളൊന്നും വേണ്ട മാർഗറ്റ്. ആ സമ്മാനങ്ങളിൽ നിനക്ക് ഇഷ്ടപ്പെട്ട മുഴുവൻ നിനക്ക് എടുക്കാം. ശരിക്കും മാർഗറ്റിനെ ഡസ്റ്റിന്റെ ആ വാചകം വല്ലാതെ അതിശയിപ്പിക്കുകയാണ്. ലോഗൻ, കൈ കിട്ടിയ സമ്മാനം വേണ്ടെന്ന് വെക്കുകയാണോ? മാർഗറ്റ്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടെന്ന് നിന്റെ കണ്ണുകൾ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് നിനക്ക് ഓഫർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാർഗറ്റിന്റെ കണ്ണുകൾ മാത്രമേ ആൾക്ക് കാണാൻ പറ്റൂ. അവൾ ശരിക്കും മൂടുപടം അണിയിരിക്കുകയാണ്, തലയിൽ തൊപ്പി വെച്ചിരിക്കുകയാണ്. അവളുടെ ഡ്രസ്സും ശരിക്കും ഒരു കബയുടെ ഡ്രസ്സാണ്. അവളുടെ സഹോദരന്മാരുടെ വസതിയിൽ പോലും അവൾ ആ വേഷം മാറ്റിയിട്ടില്ല. അവളുടെ പിതാവിന്റെ അടുത്ത് ഡസ്റ്റിൻ അവളെ കാണുമ്പോഴും അവളുടെ ഡ്രസ്സ് അത് തന്നെയാണ്. ഡസ്റ്റിൻ റൈസ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർഗറ്റിന് സന്തോഷമായി. ഡസ്റ്റിൻ റൈസും മാർഗറ്റും അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഡസ്റ്റിന്റെ കണ്ണുകൾ പിന്നെയും അടഞ്ഞു. ഡസ്റ്റിൻ ശരിക്കും ക്ഷീണമുണ്ട്. അന്ന് പകൽ ആ സൺ
ടെമ്പിളിന് മുന്നിൽ നടന്ന ആ യുദ്ധം ഡെസിന്റെ സകല ഊർജവും ഏതാണ്ട് കെടുത്തി എന്ന് തന്നെ പറയാം. ഡെസൻ കണ്ണടച്ച് ഉറങ്ങി തുടങ്ങിയതും മാർഗരറ്റ് ഡെസൻ വീഴാതിരിക്കാൻ വേണ്ടി ഡെസിനോട് ചേർന്നിരിക്കുകയാണ്. അവരുടെ വാഹനം അല്പം കൂടെ മുന്നോട്ട് പോയതും വീണ്ടും വാഹനം തടയപ്പെട്ടു. വാഹനം തടഞ്ഞതും മാർഗരറ്റ് ഡെസിനെ തട്ടി വിളിച്ചു. ലോഗൻ, എണീക്ക്. മാർഗരറ്റ്, എന്താ വീടെത്തിയോ? ലോഗൻ വീടൊന്നും എത്തിയില്ല, പക്ഷേ അതിഥികൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർഗരറ്റ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മാർഗരറ്റ് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവരുടെ വാഹനത്തിന് നേരെ നടന്നു വരുന്ന വ്യക്തി കണ്ടപ്പോഴാണ് അവൾക്ക് അത്ഭുതം ഉണ്ടായത്. അവളുടെ മൂന്നാമത്തെ സഹോദരൻ ലിയോൺ കലിനനാണ് അങ്ങോട്ട് വരുന്നത്. കലിനൻ മാർഗരറ്റെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. ഹേയ് മാർഗരറ്റ്, സിസ്റ്റർ, നീ എന്താ ഈ രാത്രിയിൽ? അങ്ങനെ ലിയോൺ കലിനൻ ചോദിക്കുമ്പോഴേക്കും ഡെസ്നൈസ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഡെസ്നെ കണ്ടതും കലിനൻ ഉറക്കെ ഡെസ്നോട് പറഞ്ഞു, ഹേയ് ലോഗൻ, വാട്ട് എ സർപ്രൈസ്! ലോഗൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ ആ വാഹനത്തിൽ ലോഗൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ വാഹനം തടഞ്ഞു നിർത്തിയിരിക്കുന്ന കലിനന്റെ ആ ചോദ്യം കേട്ടപ്പോൾ ഡെസ്ന ഒന്ന് ചിരിച്ചു. പ്രിൻസ്, എന്താ ഇത്? ഈ രാത്രിയിൽ എന്നെ എന്തിനാ തടഞ്ഞു നിർത്തിയേ? ലോഗൻ, എനിക്ക് ലോഗനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നമുക്ക് എന്റെ വസതിയിലേക്ക് പോവാം. തർക്കിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന കാര്യം മാർഗരറ്റിനും ഡെസ്നും അറിയാവുന്നതുകൊണ്ട് അധികം തർക്കത്തിനും നിൽക്കാതെ അവർ ലിയോൺ കലിനനെ ഫോളോ ചെയ്തു. ആദ്യത്തെ 2 രാജകുമാരുടെ വസതിയേക്കാളും ചെറിയ വസതിയാണ് കലിനന്റെ വസതി. ആ വസതിയിൽ അധികം ധാരാളിത്വമൊന്നുമില്ല. ആദ്യത്തെ 2 വസതിയിലും ശരിക്കും മനോഹരങ്ങളായ പെയിന്റിങ്ങുകളും അതുപോലുള്ള ഫർണിച്ചറും മറ്റുമൊക്കെ നമുക്ക് കയറുമ്പോഴേ കാണാം. ഒരു സാധാരണ വീട്ടിൽ കാണുന്ന ശൈലിയുള്ള ഫർണിച്ചറും അതിൻ്റെതായ സംവിധാനങ്ങളെ അവിടെ ഉള്ളൂ. കലിനൻ അവരെ അയാളുടെ മുറിയിലേക്ക് ക്ഷണിച്ചു. അയാളുടെ മുറിയിൽ അനവധി ആളുകൾ നിൽപ്പുണ്ട്. കലിനൻ സീറ്റിലിരുന്നതും ലോഗനോട് പറഞ്ഞു, ലോഗൻ പ്ലീസ് സിറ്റ് ഡൗൺ. ലോഗനും മാർഗരറ്റും ഇരുന്നതും കലിനൻ ലോഗനോട് ചോദിച്ചു, ലോഗൻ, ഈ രാത്രിയിൽ ചക്രവർത്തിയും എൻ്റെ ജ്യേഷ്ഠന്മാരെയും ലോഗൻ എന്തിനാ കണ്ടത്? പ്രിൻസ്, ഞാൻ സ്റ്റോണി വന്ന വിവരം അറിഞ്ഞതും അവരെന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. ഡെസ്നൈസ് അത് പറഞ്ഞതും കലിനന്റെ പുറയിൽ നിൽക്കായിരുന്ന ഒരു തടിയൻ ഉറക്കെ ഡെസ്നോട് പറഞ്ഞു, കള്ളം പറയുന്നു. ശരിക്കും അയാൾക്ക് ദേഷ്യം വരികയാണ്. വെറുതെ കാണാൻ വേണ്ടി ആ രാത്രിയിൽ രാജകുമാരന്മാരും ചക്രവർത്തിയും ലോഗനെ ക്ഷണിക്കില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ലോഗൻ ആ ശൈലി മറുപടി പറഞ്ഞതുകൊണ്ടാണ് അയാൾക്ക് ദേഷ്യം വന്നത്. അയാൾ ദേഷ്യപ്പെട്ട് ലോഗനോട് അങ്ങനെ ചോദിച്ചതും കലിനൻ അയാളോട് പറഞ്ഞു, സ്റ്റോപ്പ്. ലോഗൻ നമ്മുടെ അതിഥിയാണ്. ലോഗൻ പറയട്ടെ. ആ സംഭാഷണം 2-3 മിനിറ്റ് ആയിട്ടും ഒരു സ്ഥലത്തും എത്താതെ വന്നതും മാർഗരറ്റ് അവളുടെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ബ്രദർ, ലോഗന് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോഗന്റെ സമയത്തിന് വിലയുണ്ട്. ലോഗന്റെ സമയത്തിന് വിലയുണ്ടെന്ന് മാർഗരറ്റ് പറഞ്ഞതും പ്രിൻസ് കലിനൻ അയാളുടെ പുറകിൽ നിൽക്കുന്ന ആളുടെ നേരെ ഒന്ന് കൈ നീട്ടി. ഉടൻ അയാൾ ഒരു ചെറിയ പെട്ടി കലിന്റെ കയ്യിലേക്ക് കൊടുത്തു. കലിൻ ആ പെട്ടി ഒന്ന് തുറന്നു നോക്കിയിട്ട് അത് നേരെ ഡെസ്റ്റിന് കൊടുത്തു. ശരിക്കും വിലപിടിപ്പുള്ള എന്തോ ഒന്ന് കലിനൻ ഡെസ്റ്റിന് കൊടുത്തതാണെന്ന് അത് കണ്ടപ്പോൾ മാർഗരറ്റ് മനസ്സിലായി. മാർഗരറ്റ് ആ പെട്ടിയിലേക്ക് നോക്കുന്നുണ്ടതും ഡെസിൻ ആ പെട്ടി മാർഗരറ്റിന്റെ കയ്യിലേക്ക് വെച്ചു. മാർഗരറ്റ് ആ പെട്ടി തുറന്നു. അതിനകത്ത് രത്നങ്ങൾ പതിച്ച ഒരു ചെറിയ വള, വലിയ വിലയൊന്നുമില്ലാത്തൊരു വളയാണെന്ന് ഒറ്റ നോട്ട് തന്നെ അറിയാം. ഡെസൻ റൈസിന്റെ കയ്യിൽ നിന്ന് ശരിക്കും വിലപിടിപ്പുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടി ഡെസിന് കൊടുക്കുന്ന കൈക്കൂലി ചെറിയൊരു വളയാണ്. അതേ സമയത്ത് അതേ വിവരം അറിയാനായി മാർഗരറ്റിന്റെ 2ാമത്തെ സഹോദരൻ കൊടുത്തത് അനവധി ബോക്സുകളിലായി രത്നങ്ങളും അതുപോലെ അമൂല്യങ്ങളായ കാര്യങ്ങളുമാണ്. 1ാമത്തെ സഹോദരൻ കൊടുത്തത് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 3 കാര്യങ്ങളിൽ ഒന്നായ സെലസ്റ്റിയൽ ഐ ആണ്. സെലസ്റ്റിയൽ ഗോൾഡ് ഡെസ്റ്റിന്റെ കൈവശം ഓൾറെഡി ഉണ്ട്. 2ാമത്തെ കാര്യം സെലസ്റ്റിയൽ ഐ ആണ് ഇപ്പോൾ 1ാമത്തെ സഹോദരൻ ഡെസ്റ്റിന് കൊടുത്തത്. അവയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 3ാമത്തെ സഹോദരൻ കൊടുത്ത ആ വളയ്ക്ക് ഒരു വിലയുമില്ല. അത് മനസ്സിലാക്കി മാർഗരറ്റ് അവളുടെ ജ്യേഷ്ഠനോട് ചോദിച്ചു, ചേട്ടാ, ഈ രാത്രിയിൽ ശരിക്കും വിലപിടിപ്പുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടി ചേട്ടൻ കൊടുക്കുന്നത് ഇത് മാത്രമാണോ? ഇത് തികച്ച് മോശമാണല്ലോ. മാർഗരറ്റ്, കാര്യങ്ങൾ നടക്കട്ടെ. കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ ലോഗന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം. ലോഗൻ, എന്താ സംഭവം എന്ന് പറയും. അങ്ങനെ വീണ്ടും പ്രിൻസ് ലിയോൺ കലിനൻ ആ ചോദ്യം ചോദിച്ചതും ഡെസ്റ്റിന്റെ നോട്ടം പരിചാരകയിൽ പതിഞ്ഞു. സ്വാഭാവികമായിട്ടും കാര്യം മനസ്സിലാക്കിയ കലിനൻ അവരോട് പുറകോട്ട് നീങ്ങിക്കാൻ പറഞ്ഞു.
അവരെ ആ മുറിയിൽ നിന്ന് ഒഴിവാക്കാൻ കളിനൻ ശ്രമിച്ചതൊന്നുമില്ല. അവരെ കുറച്ച് പുറകോട്ട് മാറ്റി നിർത്തിയെന്ന് മാത്രം. ഡസൻ കളിനോട് പറഞ്ഞു, പ്രിൻസ്, ചക്രവർത്തി എന്നെ വിളിപ്പിച്ചത് ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അഭിപ്രായം അറിയണം. എന്തഭിപ്രായം? ചക്രവർത്തി കിരീടാവകാശിയെ തീരുമാനിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെ കിരീടാവകാശി ആക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയത്തില്ല. അതിന് എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണ്. ഞാൻ പറയുന്ന ആളെ കിരീടാവകാശി ആക്കാമെന്നാണ് ചക്രവർത്തി പറഞ്ഞത്. ഡസൻ റൈസിന്റെ വാക്കുകൾ കേട്ടതും ആ പരിചാരയുടെ മുഖമൊക്കെ ഇങ്ങനെ വിടർന്നു വരികയാണ്. അവരുടെ പ്രിൻസ് ചക്രവർത്തി ആകുന്നതിനെ കുറിച്ച് അവരൊക്കെ സ്വപ്നം കാണുന്ന ആളുകളാണ്. ഇതാ നിർണായകമായ ഒരു ഇൻഫർമേഷൻ അവർ അറിഞ്ഞിരിക്കുകയാണ്. ചക്രവർത്തി ഇതാ കിരീടാവകാശിയെ തീരുമാനിക്കാൻ പോവുകയാണ്. ഡസൻ റൈസ് പറഞ്ഞ വാചകം കേട്ട പ്രിൻസ് കളിനൻ ഉടൻ ലോഗനോട് പറഞ്ഞു, ലോഗൻ, എൻ്റെ പേര് നിർദ്ദേശിച്ചൂടെ? ഹേയ് പ്രിൻസ്, ഞാൻ അങ്ങയുടെ സഹോദരന്മാരുടെ വീടുകളിലും പോയിരുന്നു. അവരും എന്നോട് ഇതേ ആവശ്യമാണ് ഉന്നയിച്ചത്. ഞാൻ നിങ്ങൾ 3 പേരെയും ശരിക്കൊന്ന് പഠിച്ചിട്ട് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയുടെ പേര് ചക്രവർത്തിയോട് പറയാം എന്നാ കരുതുന്നത്. എനിക്ക് പറയാനേ പറ്റൂ. തീരുമാനമെടുക്കേണ്ടത് ചക്രവർത്തിയാണ്. അവസാന തീരുമാനം ചക്രവർത്തിയുടെ ആണെന്നുള്ള കാര്യം മറക്കരുത്. ലോഗൻ, അതെനിക്ക് മനസ്സിലാവും. ചക്രവർത്തി ലോഗനെ ഈ കാര്യം ഏൽപ്പിച്ചത് വെറുതെ അല്ല എന്നെനിക്കറിയാം. ചക്രവർത്തി വെസ്റ്റ് ലുക്കോസിയുമായി ഒരു ടൈപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോഗന് ഈ ചുമതല നൽകിയത്. ശരിക്കും ഡ്രാഗൺ മാർഷ് രാജ്യത്തിന്റെ ആ ചക്രവർത്തി വെസ്റ്റ് ലുക്കോസിയുമായി ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് ബോധപൂർവം ലോഗനെ ആ ചുമതല ഏൽപ്പിച്ചതാണ്. അക്കാര്യം ആ 3ാമത്തെ മകന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അയാൾ ലോഗനോട് പറഞ്ഞു, ലോഗൻ എന്നെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഉറപ്പായും ലോഗന് എല്ലാ സ്വാതന്ത്ര്യവും നൽകും. ലോഗൻ എൻ്റെ വലങ്കിയായിരിക്കും. നമുക്ക് ഈ രാജ്യം ഒന്നിച്ചു നിന്ന് ബിൽഡ് ചെയ്യാം. 3ാമത്തെ മകൻ പ്രിൻസ് ലിയോൺ കളിനൻ വളരെ ആവേശത്തിലാണ്. അയാൾ ശരിക്കും ആവേശം കാണിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ 2 മക്കളെ അപേക്ഷിച്ച് ഇയാൾ കുറച്ച് കണ്ണിങ് ആണെന്നൊരു തോന്നൽ ഡസ്റ്റിന് കളിനോട് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും 3ാമത്തെ മകനോടും യാത്ര പറഞ്ഞ് മാർഗറ്റും ഡസ്റ്റും കൂടി അവിടുന്ന് പുറത്തിറങ്ങി. കാറിൽ യാത്ര ചെയ്യുമ്പോൾ മാർഗറ്റ് ഡസ്റ്റിനോട് ചോദിച്ചു, ലോഗൻ ഇപ്പോൾ 3 ആളുകളെയും കണ്ടു കഴിഞ്ഞു. ഇവരിൽ ആരെയാണ് ചക്രവർത്തിയാക്കാൻ ലോഗൻ ആഗ്രഹിക്കുന്നത്? വളരെ വളരെ നിർണായകമായൊരു ചോദ്യമാണ് മാർഗറ്റ് ഡസ്റ്റിനോട് ചോദിക്കുന്നത്. ലോഗന്റെ മറുപടി ഡ്രാഗൺ മാർഷിന്റെ ഭരണാധികാരിയെ തീരുമാനിക്കാൻ പോവുകയാണ്. ലോഗൻ മാർഗറ്റിനോട് പറഞ്ഞു, മാർഗറ്റ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഉറക്കം എണീക്കുമ്പോൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ഡസ്റ്റിന്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. ഡസ്റ്റിൻ ശരിക്കും ക്ഷീണത്തിലാണെന്ന് അർത്ഥം. അല്പസമയം കഴിഞ്ഞതും ഡസ്റ്റിൻ നല്ല ഉറക്കത്തിലായി. ഡസ്റ്റിന് ഉറക്കത്തിലായതും മാർഗറ്റ് ഡസ്റ്റിനോട് ചേർന്നിരിക്കുകയാണ്. ഡസ്റ്റിൻ താഴേക്ക് വീഴാതിരിക്കാനുള്ള ഒരു കരുതൽ മാർഗറ്റ് എടുക്കുന്നതാണ്. ആ വാഹനം അതിവേഗം ഹൈവേയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഡസ്റ്റിന് കണ്ണു തുറക്കുമ്പോൾ പരിചയമില്ലാത്ത എവിടെയോ കിടക്കും പോലെയാണ് ഡസ്റ്റിന് തോന്നിയത്. കണ്ണു തുറന്ന ഡസ്റ്റിൻ ചുറ്റും ഒന്ന് നോക്കി. തികച്ചും അപരിചിതമായ ഒരു മുറി. പക്ഷെ ആ മുറി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് ഒരു തോന്നൽ ഡസ്റ്റിന് പെട്ടെന്നുണ്ടായി. ഡസ്റ്റിൻ കൗതുകത്തോടെ ചുറ്റും നോക്കുമ്പോഴേക്കും മാർഗറ്റ് ഡസ്റ്റിന് അടുത്തെത്തി. ലോഗൻ ഉണർന്നോ? ഹേയ് മാർഗറ്റ്, ഞാനിത് എവിടെയാണ്? ലോഗൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. മാർഗറ്റിന്റെ വീട്ടിലോ? അതെന്തു പറ്റി? ഞാൻ ലോഗനെ വില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സംശയം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വഴി മാറ്റി പിടിച്ച് ഇങ്ങോട്ട് വന്നത്. എന്ത് സംശയം? നമ്മളെ ആരോ ഫോളോ ചെയ്യും പോലെ എനിക്ക് തോന്നി. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ എല്ലാ ആളുകളും കൊല്ലപ്പെട്ടിട്ടില്ല. അവരിൽ പലരും ഇപ്പോഴും പുറത്തുണ്ട്. അവരിൽ ആരോ അവരെ ഫോളോ ചെയ്യുന്നു തോന്നിയത് കൊണ്ടാണ് മാർഗറ്റ് ലോഗനെ വില്ലയ്ക്ക് മുന്നിൽ കൊണ്ടിറക്കാതെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കഥ കേട്ടതും ഡസ്റ്റിൻ മാർഗറ്റിനോട് ചോദിച്ചു, മാർഗറ്റ്, ഞാൻ ഒരുപാട് നേരം ഉറങ്ങിയോ? ഒരുപാട് ഉറങ്ങിയോന്നോ? ലോഗൻ 2 പകലും ഒരു രാത്രിയും പൂർണ്ണമായും ഉറങ്ങി. 2 പകലും ഒരു രാത്രിയോ? അതെ, 2 പകലും ഒരു രാത്രിയും. ഇപ്പോ സന്ധ്യാകാറായി. ഡസൻ റൈസ് അതിരാവിലെയാണ് മാർഗറ്റിന്റെ വീട്ടിലെത്തിയത്. ആ പകലും ആ രാത്രിയും പിറ്റന്നത്തെ പകലും ഡസൻ ഉറക്കമായിരുന്നു. മാർഗറ്റ്, ശരിക്കും എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത്. എനിക്കറിയാം അക്കാര്യം. ഞാൻ ലോഗന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോഗനെ അവൾ ഡൈനിങ് ടേബിളിലേക്ക് ക്ഷണിച്ചു. ശരിക്കും രുചികരങ്ങളായ ഒത്തിരിയേറെ വിഭവങ്ങൾ മാർഗറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസത്തെ വിശപ്പ് ലോഗൻ ആ ഭക്ഷണത്തിൽ തീർത്തു എന്ന് തന്നെ പറയാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ലോഗൻ മാർഗറ്റിനോട് യാത്ര പറഞ്ഞ് വില്ലയിലേക്ക് തിരിച്ചു.
ഡസൻ റൈസ് വില്ലയിൽ എത്തുമ്പോൾ ഡസനെ കാത്തു നിൽക്കുകയാണ് മാക്സിമസ്. ഡസനെ കണ്ടതും മാക്സിമസ് ഓടി വന്ന് ഡസനോട് പറഞ്ഞു, ഡസൻ, ഞാൻ ആ കത്ത് ഡസൻ പറഞ്ഞതുപോലെ വെസ്റ്റ് ലൂക്കോസിലേക്ക് അയച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഡസൻ റൈസ് മാർഗറ്റിനൊപ്പം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഡസൻ മാക്സിമസിന് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. രാവിലെ വരെ ഡസനെ കണ്ടില്ലെങ്കിൽ വിവരം വെസ്റ്റ് ലൂക്കോസിൽ അറിയിക്കണമെന്ന്. പറ്റുമെങ്കിൽ മാക്സിമസ് തന്നെ നേരിട്ട് ചെന്ന് വിവരം അറിയിക്കാനാണ് ഡസൻ നിർദ്ദേശം കൊടുത്തത്. പക്ഷെ മാക്സിമസ് ലോറൻസിയും കാറ്റലിനും വീട്ടിലുള്ളതുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാനായി അവിടെ നിന്നിട്ട് മറ്റൊരു ദൂതം വശം ആ കത്ത് വെസ്റ്റ് ലൂക്കോസിൽ എത്തിക്കുകയായിരുന്നു. മാക്സിമസും ഡസനും സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ലോറൻസോ അവരുടെ അടുത്തേക്ക് വന്നു. ഹേയ് ലോഗൻ, ലോഗൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ലോറൻസോ അങ്ങോട്ട് വന്നത്. ലോറൻസെ കണ്ടപ്പോൾ ഡസന് ശരിക്കും സന്തോഷം. ഏയ് അങ്ങിൾ ലോറൻസോ, അങ്ങിൾ ഇപ്പൊ സ്മാർട്ടായിരിക്കുന്നല്ലോ. ഏയ് ലോഗൻ, ലോഗന്റെ മരുന്ന് അത്രയ്ക്ക് നല്ലതല്ലേ? ആ മരുന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഡസൻ റൈസ് ഉണ്ടാക്കി കൊടുത്ത ആ മരുന്നുകളാണ് യഥാർത്ഥത്തിൽ ലോറൻസയെ ശരിക്കും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും ഡോക്ടർ എലിജോയും അങ്ങോട്ട് വന്നു. എലിജോയും കാറ്റ്ലിനും മാക്സിമസും ലോറൻസയും കൂടി അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ലോറൻസ് പെട്ടെന്ന് ഡസനോട് പറഞ്ഞു, പ്രിൻസ് ലോഗൻ, അങ്ങേ തിരക്കി വെസ്റ്റ് ലൂക്കോസിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിരുന്നു. എന്നെ തിരക്കിയോ? മാക്സിമസ് കൊടുത്തുവിട്ട കത്ത് വെസ്റ്റ് ലൂക്കോസിൽ കിട്ടിയ നിമിഷത്ത് തന്നെ റൂഫസ് റൈസ് അവിടെ നിന്ന് ആളെ സ്റ്റോണിയിലേക്ക് അയച്ചു എന്നാണ് ലോറൻസോ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ ലോറൻസോ, ആരാ വെസ്റ്റ് ലൂക്കോസിൽ നിന്ന് വന്നത്? പ്രിൻസ്, ആരാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പോൾ നോക്കിയെടുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ലോറൻസോ അയാളുടെ മുറിയിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞതും ലോറൻസോ മടങ്ങി വന്നു. ലോറൻസോ ഡസ്റ്റോട് പറഞ്ഞു, പ്രിൻസ്, ആ നമ്പർ എനിക്ക് കിട്ടി, ഞാൻ ആ നമ്പറിൽ അയാളെ വിളിച്ചു. അയാള് പ്രിൻസിനെ കാണാൻ ഇമ്പീരിയൽ ടവറിൽ ഇന്ന് രാത്രി 8 മണിക്ക് വരാന്നാ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? പിന്നെന്താ, നമുക്ക് പോകാലോ എന്ന് ഡസൻ പറഞ്ഞിട്ട് ഡസൻ മാക്സിമസിനെയും കൂട്ടി ലോറൻസയ്ക്കൊപ്പം ഇമ്പീരിയൽ ടവറിലേക്ക് തിരിച്ചു. റൂഫസ് റൈസ് അയച്ചിരിക്കുന്ന ആ വ്യക്തിയെ കാണാൻ വേണ്ടി ശരിക്കും സന്തോഷത്തോടുകൂടിയാണ് ഡസൻ റൈസ് ഇമ്പീരിയൽ ടവറിൽ എത്തുന്നത്. ഡസൻ റൈസും ലോറൻസിയും മാക്സിമസും ഇമ്പീരിയൽ ടവറിലെ ആ രണ്ടാമത്തെ നിലയിൽ എത്തുമ്പോൾ ആ ഹാള് എംറ്റി ആണ്. ആ ഹാളിൽ ഒരേ ഒരാളേ ഉള്ളൂ. ആ ആള് ഡസന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ശരിക്കും ആ ഹാളിൽ സാധാരണഗതിയിൽ ആ സമയത്ത് ഒരുപാട് ആളുകൾ കാണേണ്ടതാണ്. ആ ഹാള് പൂർണ്ണമായും ആരോ ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് വേറെ ആളുകൾക്ക് പ്രവേശനമില്ലാത്തത്. ഡസനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ഡസൻ നടന്നു വരുന്ന കണ്ടതും ആ ആള് ചാടി എണീറ്റ് ഡസന്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ സാൻ ഡിയോ വെസ്റ്റ് ലൂക്കോസിൽ നിന്ന് വരികയാണ്. സാൻ ഡിയോ ശരിക്കും ഡസനെ കണ്ട് തലകുനിച്ച് അയാളുടെ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ചതും ലോഗൻ സാൻ ഡിയോട് ചോദിച്ചു, മിസ്റ്റർ സാൻ ഡിയോ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? പ്രിൻസ് ലോഗൻ, അവിടെയെല്ലാം നല്ല രീതിയിൽ പോവുകയാണ്. ഏയ് സാൻ ഡിയോ, എന്നോട് കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്ക് യഥാർത്ഥത്തിൽ വെസ്റ്റ് ലൂക്കോസിൽ എന്ത് നടക്കുന്നു എന്ന് അറിയണം. അങ്ങനെ ഡസൻ റൈസ് പറഞ്ഞതും സാൻ ഡിയോ ലോഗനോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സാൻ ഡിയോയും ലോഗനും ലോറൻസിയും മാക്സിമസും ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. സാൻ ഡിയോ ഡസനോട് സംസാരിച്ചു തുടങ്ങി. പ്രിൻസ്, കൊട്ടാരത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങയുടെ പിതാവ് ഹൈനസ് റൂഫസ് റൈസ് ശരിക്കും വല്ലാത്ത ക്ഷീണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര നല്ലതൊന്നുമല്ല. അച്ഛൻ എന്തു പറ്റി? പ്രിൻസ്, അങ്ങയുടെ പിതാവ് വിശ്രമമില്ലാതെ അധ്വാനിക്കുകയില്ലേ, അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും മാരകമായ ഒരു അസുഖം പിടിപെട്ടിരിക്കുകയാണ്. മാരകമായ അസുഖം അച്ഛൻ അധികം നാൾ ഉണ്ടാവില്ലേ? പ്രിൻസ്, പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിൻ്റെ ജീവന് ഡോക്ടേഴ്സ് ഇട്ടിരിക്കുന്ന സമയം മിനിമം 1 മാസവും പരമാവധി 1 വർഷവുമാണ്. സാൻ ഡിയോ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ഡസന്റെ ഹൃദയം ശരിക്കൊന്ന് നുറുങ്ങിയെന്ന് പറയാം. ഡസന് ഈ ഭൂമിയിൽ ആകെയുള്ള ബന്ധു അയാളുടെ അച്ഛനാണ്. ആ അച്ഛൻ ഇത് തന്നെ വിട്ടുപോകാൻ പോകുന്നത് കേട്ടപ്പോൾ ഡസന്റെ മുഖത്ത് വളരെ സങ്കടം ഇരച്ചു കയറുകയാണ്. ഡസന്റെ കണ്ണുകൾ നിറയുന്നത് സാൻ ഡിയോ കണ്ടു. സാൻ ഡിയോ ഡസനോട് പറഞ്ഞു, പ്രിൻസ്, അങ്ങയെ സങ്കടപ്പെടുത്തുന്നത് കരുതിയാണ് ഹൈനസ് ഈ വിവരങ്ങൾ അങ്ങേന്ന് മറച്ചു പിടിക്കുന്നത്. സാൻ ഡിയോ അത് പറയുമ്പോഴേക്കും ആ ഹാളിനകത്തേക്ക് കുറേയേറെ ആളുകൾ കടന്നു വന്നു. ആ കടന്നു വന്ന ആളുകളുടെ ഏറ്റവും മുന്നിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു വ്യക്തിയുണ്ട്. അയാളുടെ തൊട്ടുപുറയിൽ 4 ആളുകൾ. 4 പേരുടെ ഡ്രസ്സ് വെളുപ്പാണ്.
അവർക്ക് പുറകിലായി കറുത്ത ഡ്രസ്സ് ധരിച്ച ഒരു ഡസൻ ആളുകൾ. ആ 17 ആളുകളെ കാണുന്ന ഏതൊരാൾക്കും ഒരു കാര്യം വ്യക്തമാകും, അവരാരും സാധാരണ ആളുകളല്ല. അസാമാന്യ പ്രതിഭാശാലികളായ മാർഷൽ ആർട്ടിസ്റ്റുകളാണ് അകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവരെ കണ്ടതും മാക്സിമസ് ടേബിളിനടുത്ത് ചാടി എണീറ്റു. മാക്സിമസ് അവരോട് ചോദിച്ചു, ആരാ നിങ്ങൾ, എന്താ നിങ്ങൾ അകത്തേക്ക് വന്നത്? അതിന് മറുപടി പറഞ്ഞത് ആ ചുവന്ന വസ്ത്രധാരിയാണ്. ഞങ്ങളെ ലോകരെ അങ്ങ് തീർക്കാൻ വന്നതാണ്. എന്താ തടയാൻ ഉദ്ദേശമുണ്ടോ? ആ ചോദ്യം ആ ചുവന്ന വസ്ത്രധാരി ചോദിച്ചതും മാക്സിമസ് അയാളുടെ വാള് വലിച്ചൂരി മാക്സിമസ് ആ ടീമിന് നേരെ നീങ്ങിയതും ആ ചുവന്ന വസ്ത്രധാരിയോടായി ആ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ പറഞ്ഞു, മാസ്റ്റർ, ഇവനെ ഞങ്ങൾ നേരിടാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 4 വെളുത്ത വസ്ത്രധാരികളും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ശരിക്കും ഒരു ഫൈറ്റ് ആ റെസ്റ്റോറന്റിനകത്ത് സ്റ്റാർട്ട് ചെയ്തു. മാക്സിമസ് കെയ്ൻ അതിശക്തനായ യോദ്ധാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വെളുത്ത വസ്ത്രധാരികൾ മാക്സിമസിന് ഒരു വിഷയമേ അല്ല. മാക്സിമസ് വാള് വലിച്ചൂരി മുന്നോട്ട് കുതിച്ചതും ആ 4 വെളുത്ത വസ്ത്രധാരികളും ഒരേപോലെ മുന്നോട്ട് കുതിക്കുകയാണ്. 4 പേരും ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കയ്യിലെ വാളുകൾ ആ കോമ്പിനേഷൻ അനുസരിച്ച് ചലിക്കുന്നത്. ശരിക്കും എളുപ്പത്തിൽ ആ 4 പേരെ കീഴടക്കാം എന്ന് കരുതി മാക്സിമസ് ചാടി ഉയർന്ന് അവർക്ക് നേരെ ആഞ്ഞു വെട്ടിയെങ്കിലും ആ 4 പേരും കൂടി ഉണ്ടാക്കിയെടുത്ത കോമ്പിനേഷനിൽ മാക്സിമസ് പെട്ടെന്ന് പെട്ടുപോവുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ മാക്സിമസിന് ഒരു കാര്യം മനസ്സിലായി, ആ 4 പേരും അയാളെക്കാൾ ശക്തരാണ്. ആ 4 പേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നേരിടുന്നതെങ്കിൽ മാക്സിമസിന് പിടിച്ചു നിൽക്കാൻ പറ്റും. 4 പേരും മാക്സിമസിനെ പോലെ ശക്തരായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 മിനിറ്റ് ആയതും മാക്സിമസ് ഗുരുതരമായ പരിക്കുകളോടെ താഴേക്ക് വീഴുന്ന ആ നിമിഷത്തിൽ സാൻഡിയാൻ ചാടി എണീറ്റു. സാൻഡിയാൻ പെട്ടെന്ന് മാക്സിമസിന് മുന്നിലേക്ക് വന്നു. മാക്സിമസിനായി സാൻഡിയാൻ പറഞ്ഞു, ഇവരെ ഞാൻ നോക്കാം, ഇവർ നിനക്ക് പറ്റിയ എതിരാളികളല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് സാൻഡിയോൻ പെട്ടെന്ന് ആ വെളുത്ത ടീമിന് നേരെ കുതിക്കുകയാണ്. ഇതിനിടയിൽ സാൻഡിയോന്റെ കയ്യിൽ അയാളുടെ വാൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ശരിക്കും ഒരു അസാമാന്യ പ്രതിഭയാണ് സാൻഡിയോൻ എന്ന് അടുത്ത ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. റൂഫസ് റൈസ് ഡസ്റ്റിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്റ്റോണിയിലേക്ക് അയക്കുന്ന വ്യക്തി ശക്തനായിരിക്കുമെന്ന് നമുക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ഊഹം തെറ്റല്ല. സാൻഡിയോന് ഏതാണ്ട് 3 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ ആ 4 ടീമിനെ ദൂരേക്ക് തെറിപ്പിക്കാൻ. 4 പേരുടെ പുറത്തും വാളുകൾ പതിച്ചതിന്റെ അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 പേരെയും സാൻഡിയോൻ കൊന്നില്ല എന്നേ ഉള്ളൂ. 4 ആളുകളും പുറകോട്ട് തെറിച്ചു വീണതും ആ ചുവന്ന വസ്തുധാരി സാൻഡിയോനെ നോക്കി ഒന്ന് കൈകൊട്ടി. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നീ ആരാ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ കൊള്ളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചുവന്ന വസ്തുധാരി ഒരു വാളുമായി സാൻഡിയോനെ എതിരിടുകയാണ്. സാൻഡിയാൻ ചുവന്ന വസ്തുധാരിയോട് പറഞ്ഞു, വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ നിന്റെ തല ഞാൻ കൊയ്യും. സാൻഡിയോൻ ശരിക്കും ദേഷ്യത്തിലാണ്. സാൻഡിയോൻ ആ വാചകം വെറുതെ പറഞ്ഞതല്ല, അയാൾ ചാടി ഉയർന്ന് ആ ചുവന്ന വസ്തുധാരി വെട്ടുകയും ചെയ്തു. പക്ഷെ അപ്പോഴാണ് ചുവന്ന വസ്ത്രധാരി ഒരു സാധാരണ യോദ്ധാവ് അല്ല എന്നുള്ള കാര്യം സാൻഡിയാന്റെ ശ്രദ്ധയപ്പെടുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് സാൻഡിയോൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയായിരുന്നു. ചുവന്ന വസ്ത്രധാരിയെ ആഞ്ഞു വെട്ടിയ സാൻഡിയാന്റെ ആ വാള് ചുവന്ന വസ്ത്രധാരിയുടെ പുറത്ത് കൊണ്ടതേയില്ല. അയാൾ സുന്ദരമായും ഒഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒഴിയുന്നതിനിടയിൽ ആ ചുവന്ന വസ്ത്രധാരി സാൻഡിയാന്റെ മുതുകിൽ ആഞ്ഞു വെട്ടുകയും ചെയ്തു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് ആ ചുവന്ന വസ്തുധാരി സാൻഡിയാന്റെ മുതുകിൽ പരിക്കേൽപ്പിച്ചത്. വെട്ടേറ്റ് സാൻഡിയാൻ താഴെ വീണു. ഈ ഫൈറ്റ് ശ്രദ്ധിച്ചു നോക്കിയിരിക്കുകയായിരുന്നു ഡസൻ റൈസ്. സാൻഡിയാൻ താഴെ വീണ കണ്ടതും ഡസൻ സാൻഡിയാനെ സഹായിക്കാനായി എണീക്കാൻ പോയ ആ നിമിഷത്തിൽ പെട്ടെന്ന് ആ ടേബിളിന്റെ അടിയിൽ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട നിമിഷത്തിൽ തന്നെ ഡസൻ റൈസ് ഇരിക്കുന്ന ആ ഭാഗത്ത് ഒരു കറുത്ത പുകയങ്ങ് പടരുകയാണ്. ഡസൻ റൈസും ഡസന് ഓപ്പോസിറ്റ് ലോറൻസും ഇരിക്കുന്ന ആ മേശയ്ക്ക് ചുറ്റും കറുത്ത പുക പടർന്നതും ആ കറുത്ത പുക അതിവേഗം ഡസന്റെ മുഖത്തേക്ക് ഇടിച്ചു കയറുകയാണ്. അപ്പോഴാണ് ഡസൻ ആ കാഴ്ച കണ്ടത്. നേരെ എതിർവശത്തിരിക്കുന്ന ലോറൻസിയുടെ മുഖത്തേക്ക് ആ കറുത്ത പുക അടിച്ചതും ലോറൻസിയുടെ മുഖം അങ്ങ് മാറുകയാണ്. അതിശക്തമായ വിഷമാണ് ലോറൻസിയുടെ മുഖത്തേക്ക് അടിച്ചു കയറുന്നതെന്ന് ഡസന് മനസ്സിലാകുമ്പോഴേക്കും ലോറൻസോ ഡസനോട് പറഞ്ഞു, പ്രിൻസ് മാറിക്കോ, ഇത് വിഷമാണ്. അങ്ങനെ ലോറൻസോ പറയുമ്പോഴേക്കും ലോറൻസോ തറയിലേക്ക് വീണു. ആ കാഴ്ച കണ്ട ഡസ്റ്റിൻ ലോറൻസോയുടെ അടുത്തേക്ക് ഓടിയെത്തി.
ശരിക്കും ഒത്തിരി വിഷം ഡസൻ വലിച്ചു കയറ്റിയിരിക്കുകയാണ്. അതിനിടയിലാണ് ലോറൻസോ വിഷബാധയേറ്റ് താഴെ വീണത്. താഴെ വീണ ലോറൻസയെ ഒന്ന് നോക്കി ഡസ്റ്റിൻ അയാളുടെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ലോറൻസിന്റെ പുറത്ത് കയറിയ വിഷത്തെ പുറത്തു കളയാനുള്ള ഒരു ശ്രമം തുടങ്ങി. ശരിക്കും ശക്തമായി ഡസൻ റൈസ് അയാളുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ലോറൻസിന്റെ ബോഡിയിലേക്ക് കയറ്റുകയാണ്. ലോറൻസിന്റെ ബോഡിയിലേക്ക് കയറിയിരിക്കുന്ന ആ വിഷത്തെ ആ ഊർജത്തെ ഉപയോഗിച്ച് പുറന്തള്ളുക എന്നുള്ളതാണ് ഡസന്റെ ലക്ഷ്യം. ഡസൻ അതിശക്തമായി അയാളുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ലോറൻസിന്റെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന അതേ നിമിഷത്തിൽ ഡസന്റെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ആ വിഷം കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഡസ്റ്റിന്റെ ശരീരത്തിൽ കടന്നിരിക്കുന്ന ആ വിഷത്തെ പുറന്തള്ളാൻ പറ്റും. പക്ഷെ അത് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഡസ്റ്റിനെ ലോറൻസിനെ രക്ഷിക്കാനായി അയാളുടെ ശരീരത്തിലെ മുഴുവൻ ശക്തിയും ലോറൻസിന്റെ ശരീരത്തിലെ ആ വിഷത്തെ പുറത്തു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ നിമിഷത്തിൽ ലോറൻസിയുടെ മുഖത്തു നിന്ന് പതുക്കെ പതുക്കെ ആ കറുത്ത പാട് മാറി തുടങ്ങി. ലോറൻസിയുടെ ദേഹത്ത് നിന്ന് ആ കറുത്ത പാടുകൾ മാറി തുടങ്ങിയ അതേ നിമിഷത്തിൽ ചുവന്ന വസ്ത്രധാരി തറയെ വീണ് കിടക്കുന്ന സാന്റിയൻ എണീക്കുന്ന കണ്ടു. എണീക്കാൻ ശ്രമിച്ച സാന്റിയനെ അയാളുടെ വലത് കാൽ ഉപയോഗിച്ച് ഒരൊറ്റ ചവിട്ട്. സാന്റിയൻ ആ റെസ്റ്റോറൻറ്റിലെ അനവധി ടേബിളുകൾക്ക് മുകളിലൂടെ പറന്ന് അങ്ങനെ പോകുമ്പോഴേക്കും ചുമന്ന വസ്ത്രധാരി വാളുമായി ഡസൻ റൈസും ലോറൻസിനുള്ള ഭാഗത്തേക്ക് കുതിച്ചു. ലോറൻസിയുടെ പുറത്ത് കയറിയിരിക്കുന്ന ആ വിഷത്തെ അതിശക്തമായി പുറത്തു കളയാൻ ലോഗൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചുവന്ന വസ്ത്രധാരി ലോഗന്റെ തൊട്ടു പുറകിലെത്തിയത്. അയാൾ ആ വാളുകൊണ്ട് ലോഗനെ ആഞ്ഞു വെട്ടുകയാണ്. ശരിക്കും ലോറൻസയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലിരിക്കുന്ന ഡസൻ റൈസ് ആ വെട്ട് അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. അതിശക്തമായി ലോഗന്റെ പുറത്തേക്ക് ആഞ്ഞു വെട്ടിയ ആ ചുവന്ന വസ്ത്രധാരി വെട്ടിക്കഴിഞ്ഞതും പുറകോട്ട് തെറിച്ചതും ഒരേ നിമിഷത്തിലാണ്. ഡസന്റെ പുറത്തേക്ക് അയാൾ ആഞ്ഞു വെട്ടപ്പോ ഡസൻ കൺകോണിലൂടെ തനിക്ക് നേരെ ഒരു വാള് പാഞ്ഞു വരുന്ന കണ്ടതും അയാളുടെ എനർജി ബാരിയർ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ആ എനർജി ബാരിയറിൽ തട്ടിയാണ് ആ ചുവന്ന വസ്ത്രധാരി പുറകോട്ട് തെറിച്ചത്. ഡസനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ അദൃശ്യമായ ഊർജത്തിന്റെ ആ കവർ ഡസനെ രക്ഷിച്ചു എന്ന് പറയാം. ഡസൻ അവന് ചുറ്റും ആ എനർജി ബാരിയർ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പല കാര്യങ്ങളും ഉടൻ സംഭവിച്ചു. ഡസന്റെ ശരീരത്തിൽ നേരത്തെ കയറിയ ആ കറുത്ത വിഷം കുറെ കൂടി ശരീരത്തിലേക്കും കയറി. ഡസന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചാണ് ലോറൻസിന്റെ ശരീരത്തിലെ ആ വിഷവാതകത്തെ തള്ളി മാറ്റിക്കൊണ്ടിരുന്നത്. അതേ സമയത്താണ് ഒരു എനർജി ബാരിയർ ഡസന് ഉണ്ടാക്കേണ്ടി വന്നത്. 3 കാര്യങ്ങൾ ഒരേ സമയത്ത് ഇന്റേണൽ എനർജി ഉപയോഗിച്ച് തടുക്കേണ്ടി വന്നതും ഡസന്റെ ബോഡി ഒന്ന് ഉലഞ്ഞു. ഡസൻ നോക്കുമ്പോൾ ലോറൻസോ ഏതാണ്ട് ഭേദമായി വരികയാണ്. ഡസൻ ചാടി എണീറ്റു. ഡസൻ ചാടി എണീക്കുമ്പോഴേക്കും താഴെ വീണ ആ ചുവന്ന വസ്ത്രധാരി വാളുമായി ചാടി എണീറ്റ് കഴിഞ്ഞു. ശരിക്കും അയാൾ ഞെട്ടിയിരിക്കുകയാണ്. ഡസൻ റൈസിന്റെ പുറത്ത് തൊടാൻ അയാളുടെ വാളിന് പറ്റിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അയാൾക്കിപ്പോൾ അറിയാം. അയാൾ ഡസ്റ്റോട് ചോദിച്ചു, ഏയ് നീ ഗ്രാൻഡ് മാസ്റ്റർ ആണല്ലേ? ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് മാത്രമേ അദൃശ്യമായ ആ ശൈലിയിലുള്ള ഒരു കവർ ഉണ്ടാക്കാൻ പറ്റൂ. ആ യാഥാർത്ഥ്യം ആ ചുവന്ന വസ്തുതാരിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. അതിന് മറുപടി പറയാതെ ഡസൻ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഡസൻ റൈസ് മുന്നോട്ട് കുതിച്ചു വരുന്ന കണ്ടതും ആ ചുവന്ന വസ്തുതാരി വാളുകൊണ്ട് ഡസനെ ആഞ്ഞു വെട്ടി. പക്ഷെ ആ വാള് ഡസന് നേരെ വന്നതും ഡസന് ഒറ്റ പഞ്ചിൽ ആ വാളൊക്കെ തെറിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ഡസൻ റൈസ് അയാളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന കഴുത്തിൽ പിടിച്ച് ഡസൻ അയാളെ പൊക്കി. ഒറ്റ കൈയിൽ ഡസൻ അയാളെ പൊക്കി നിർത്തിയിരിക്കുകയാണ്. ഡസൻ അയാളോട് ചോദിച്ചു, ഏയ് ആരാ നീ? ഡസൻ അയാളെ തറയുന്ന പൊക്കി നിർത്തിയിരിക്കുമ്പോഴാണ് ആ ചോദ്യം. ആ നിമിഷത്തിലും അയാൾ ഡസനോട് പറഞ്ഞു, ഏയ് ഞാൻ ആരായാലും നിനക്കെന്താ? നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും വായിൽ തൂങ്ങുന്നതുകൊണ്ട് ഡസനെ ഇടിക്കാൻ ശ്രമിച്ചു. ഡസന്റെ കൈ ഒന്നുകൂടി കഴുത്തിലേക്ക് മുറുകി. അപ്പോ അയാൾക്ക് കഥ മനസ്സിലായി. ശരിക്കും ഒരു ഭയം ആ നിമിഷത്തിലാണ് അയാളുടെ കണ്ണുകളിലേക്ക് വന്നത്. അയാളുടെ കഴുത്തിലേക്ക് കൈ മുറിക്കൊണ്ട് ഡസൻ അയാളോട് ചോദിച്ചു, ആരാ നിന്നെ ഇവിടേക്ക് അയച്ചത്? ക്ഷമിക്കണം, ആരാണ് അയച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു മെസ്സേജ് കിട്ടിയിരുന്നു, നിങ്ങൾ ഇവിടെ ഇംപീരിയൽ ടവറിൽ വരുമെന്നും 8 മണിക്ക് എത്തുമെന്നും. അതുകൊണ്ട് ഞാനിവിടെ എത്തിയത്. ഡസൻ റൈസിന് ശരിക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു ഇൻഫർമേഷനാണ് ആ ചുവന്ന വസ്ത്രധാരി പറഞ്ഞത്. ഡസൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് അയച്ചയാൾ ആരെന്നറിയാവോ? അതെനിക്കറിയില്ല, പക്ഷെ അയച്ചയാൾക്ക് ഞങ്ങളുടെ രഹസ്യ പാസ്വേഡ് അറിയാം. ആ പാസ്വേഡ് ഉൾപ്പെടെയാണ് അയാൾ മെസ്സേജ് അയച്ചത്. ആ ചുവന്ന വസ്ത്രധാരി പറഞ്ഞ കാര്യം കേട്ട് ഡസൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. ഡസൻ റൈസ് ആ ഇംപീരിയൽ ടവറിലേക്ക്
വരുന്നു എന്നുള്ള കാര്യം അറിയാവുന്നത് കാറ്റ്ലിനും ഡോക്ടർ എലിജോയ്ക്കും മാക്സിമസിനും ലോറൻസയ്ക്കും ഡസ്റ്റിനും മാത്രമാണ്. ആരും അവരെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഡസൻ റൈസ് വളഞ്ഞ വഴികളിൽ കൂടിയൊക്കെയാണ് ഇമ്പീരിയൽ ടവറിലേക്ക് വന്നത്. ഒരു കാരണവശാലും ഒരു സ്പൈക്കും ഡസ്റ്റിനെ ഫോളോ ചെയ്ത് ഇമ്പീരിയൽ ടവറിൽ എത്താൻ പറ്റില്ല. ഡസ്റ്റിന്റെ വീടിനടുത്തുനിന്ന് ഡസ്റ്റിനെ ഫോളോ ചെയ്യുന്ന ആളിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി വ്യത്യസ്തമായ റൂട്ടുകൾ തിരഞ്ഞെടുത്താണ് ഡസ്റ്റിൻ ഇമ്പീരിയൽ ടവറിൽ വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആരും അവർ ഫോളോ ചെയ്ത് വന്നിട്ടില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാറ്റ്ലിൻ, മാക്സിമസ്, ഡോക്ടർ എലിജോ ഇവരാരോ ഡസ്റ്റിനെയും അങ്കിൾ ലോറൻസിയും ചതിച്ചിരിക്കുകയാണ്. ശരിക്കും ഞെട്ടിക്കുന്നതാണ് ആ വിവരം. ഡസ്റ്റിൻ അമ്പരപ്പോടെ ആ ചുവന്ന വസ്ത്രധാരിയെ നോക്കിയതും ഡസ്റ്റിൻ ഒന്നുകൂടി ഞെട്ടുകയാണ്. ഒരു പെയിൻ ഡസ്റ്റിന്റെ മുതുകിൽ അനുഭവപ്പെട്ടു. അതിന്റെ കാരണം ഡസ്റ്റിന്റെ മുതുകിൽ നിന്ന് തുടങ്ങിയ ഒരു പെയിനാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഡസ്റ്റിന് മനസ്സിലായില്ലെങ്കിലും ഡസ്റ്റിൻ ആ കാഴ്ച കണ്ടു. ഒരു വാള് അയാളുടെ നെഞ്ചു വഴി പുറത്തു വന്നിരിക്കുകയാണ്. ഡസ്റ്റിന്റെ മുതുകിലേക്ക് ആരോ ഒരു വാൾ കുത്തിക്കയറ്റിയിരിക്കുകയാണ്. മുതുകിലേക്ക് കുത്തിക്കയറ്റപ്പെട്ട വാൾ ഡസ്റ്റിന്റെ നെഞ്ച് തുളച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴും ഡസ്റ്റിന്റെ ഒരു കൈ ആ ചുവന്ന വസ്ത്രധാരിയുടെ കഴുത്തിലാണ്. തന്റെ നെഞ്ച് തുളച്ച് പുറത്തു വന്നിരിക്കുന്ന വാളിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ ആ ചുവന്ന വസ്ത്രയുടെ കഴുത്ത് ഒന്ന് അമർത്തി. ക്ലിങ്ങുന്ന ശബ്ദത്തോടുകൂടി ആൾ താഴേക്ക് വീണു. ആൾ താഴേക്ക് വീണതും ഡസ്റ്റിൻ ഒന്ന് തിരിഞ്ഞു. ശരിക്കും ഡസ്റ്റിൻ ഞെട്ടിപ്പോയത് ആ നിമിഷത്തിലാണ്. ഡസ്റ്റിന്റെ തൊട്ടു മുന്നിൽ സാക്ഷാൽ ലോറൻസോ നിൽക്കുകയാണ്. അങ്കിൾ ലോറൻസോ, അങ്കിൾ എന്തായി ചെയ്തേ? ലോഗൻ, എന്നോട് ക്ഷമിക്കണം. ലോഗനോട് ഞാൻ പറഞ്ഞതാണ് പഴയ കാര്യങ്ങളൊന്നും തിരക്കരുതെന്ന്. ലോഗൻ അത് അനുസരിച്ചില്ല. എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ലോറൻസോ ആ വാചകം പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ വീണ്ടും ലോറൻസിയോട് അറിയാതെ ചോദിച്ചു പോവുകയാണ്, അങ്കിൾ എന്തായി പറയുന്നത്? അങ്കിൾ എന്തിനാ എന്നെ കുത്തിയത്? പുറകിൽ നിന്ന് ഡസ്റ്റിൻ റൈസിന്റെ മുതുകിലൂടെ ലോറൻസോ ആ വാള് കുത്തിയിറക്കിയത് എന്തിനാണെന്ന് ഡസ്റ്റിൻ ചോദിക്കുമ്പോൾ ലോറൻസോ ലോഗനോട് പറഞ്ഞു, ലോഗൻ, എനിക്ക് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ അനുസരിക്കാതെ പറ്റില്ല. അങ്കിൾ, ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ എല്ലാവരും മരിച്ചില്ലേ? അങ്കിൾ എന്തിനാ എന്നിട്ടും എന്നെ ആക്രമിച്ചു? ലോഗൻ, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി പൗരി മാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. തന്റെ നിസ്സഹായ അവസ്ഥ ലോറൻസോ വ്യക്തമാക്കുകയാണ്. ലോറൻസോ അത് പറഞ്ഞതും ഡസ്റ്റിൻ ലോറൻസോട് ചോദിച്ചു, അങ്കിൾ ലോറൻസോ, അപ്പോ നിങ്ങൾ കൂടി ചേർന്നാണോ അന്ന് എന്നെ എൻ്റെ അമ്മയും ആക്രമിക്കാൻ പദ്ധതി ഉണ്ടാക്കിയത്? ലോഗൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ മെമ്പറാണ്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തീരുമാനം അനുസരിച്ചാണ് ഞങ്ങൾ സ്റ്റാൻഫോർഡും ഒക്കെ വെസ്റ്റ് ലൂക്കോസിലേക്ക് വരുന്നതും ലോഗന്റെ പിതാവുമായി പരിചയത്തിലാകുന്നതും. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ വെസ്റ്റ് ലൂക്കോസിൽ വന്നത്. വെസ്റ്റ് ലൂക്കോസിലെ രാജകുമാരി പ്രിൻസസ് വിക്ടോറിയയെ കൊലപ്പെടുത്താൻ തീരുമാനമെടുത്ത ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് സ്വാഭാവികമായിട്ടും വൻ സ്വാധീനമുണ്ടെന്നാണ് ഇപ്പോ ലോറൻസോ പറഞ്ഞു വരുന്നത്. ലോറൻസോ പറഞ്ഞത് കേട്ടതും ഡസ്റ്റിൻ റൈസ് കൈ ഉയർത്തി ഒരൊറ്റ ഇടി. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ ഇടി. ലോറൻസോ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഡസ്റ്റിന്റെ ഇടത് കൈ ലോറൻസോയുടെ നെഞ്ചിലേക്ക് പതിക്കുന്നത്. ആ ഇടിയേറ്റ ലോറൻസോ ശരിക്കും അനവധി മേശകൾക്ക് മുകളിലൂടെ പറന്ന് നേരത്തെ അവരിരുന്ന മേശയുടെ അപ്പുറത്തേക്ക് വന്ന് വീണു. മേശയ്ക്ക് മുകളിലൂടെ താഴെ വന്ന് വീണ ലോറൻസോയ്ക്ക് ആ നിമിഷത്തിൽ ഒരു കാര്യം കൂടി ബോധ്യമായിരിക്കുകയാണ്. അയാൾ അപകടപ്പെടുത്താൻ ശ്രമിച്ച ലോഗൻ ഇപ്പോഴും ശക്തനാണ്. ലോഗൻ ശക്തനാണെങ്കിലും അവിടെ ആ ഹാളിനകത്തുള്ള ആ കറുത്ത വസ്ത്രധാരികൾ ലോഗനെ തീർത്തുകൊള്ളുമെന്ന് മനസ്സിലാക്കിയ ലോറൻസോ അടുത്ത നിമിഷം പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം. ശരിക്കും അയാൾ അവിശ്വസനീയമായ വേഗതയിൽ ജനാല വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഡസ്റ്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാൾ സ്ഥലം വിട്ടു. ഡസ്റ്റിൻ റൈസ് ആ ഇമ്പീരിയൽ ടവറിൽ വന്ന വിവരം രഹസ്യമായി ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ ആ യോദ്ധാക്കളെ അറിയിച്ചത് ലോറൻസിയോ ആണെന്ന് ഇപ്പോ ഉറപ്പായിരിക്കുകയാണ്. ആദ്യം ഡസ്റ്റിന് മാക്സിമസിനെയും ഡോക്ടർ എലിജിയോയൊക്കെ സംശയം തോന്നിയതാണ്. അവരാരുമല്ല, ലോറൻസിയോ ആണ് അത് ചെയ്തിരിക്കുന്നത്. ലോറൻസിയോയുടെ ആ ചെയ്തിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഡസ്റ്റിന് ശരിക്കും കൊണ്ട് സങ്കടം വരികയാണ്. ഡസ്റ്റിൻ ശരിക്കും പ്രയാസപ്പെട്ടാണ് ലോറൻസിയോയെ രക്ഷിക്കാനുള്ള മരുന്ന് ഉണ്ടാക്കിയെടുത്തത്.
അതിനുവേണ്ടി ഡസ്റ്റിന് ഒരുപാട് ഫൈറ്റുകൾ തന്നെ നടത്തേണ്ടി വന്നതാണ്. സ്റ്റോണിയിലുള്ള പല ഫാമിലികളുമായി ഡസ്റ്റിൻ പിണങ്ങിയത് ആ മരുന്നിന് വേണ്ടിയാണ്. അങ്ങനെ പാടുപെട്ട് ഉണ്ടാക്കിയ മരുന്ന് ഉപയോഗിച്ചാൽ ലോറൻസ് രക്ഷിച്ചത്. ആ ലോറൻസോ ഇതാ തന്നെ വീണ്ടും ചതിച്ചിരിക്കുന്നു. ആലോചിക്കും തോറും ഡസ്റ്റിന് ശരിക്കും കൊണ്ട് കലി വരികയാണ്. ഈ നിമിഷത്തിൽ തറയിൽ വീണ് കിടക്കുകയായിരുന്ന ആ വൈറ്റ് ഡ്രസ്സുകാർ 4 എണീറ്റു. അവന്മാർ ഡസ്റ്റിനെ വളഞ്ഞതും അവർക്ക് ചുറ്റിലുമായി ആ ബ്ലാക്ക് ഡ്രസ്സുകാരും ഡസ്റ്റിനെ വളഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ട് തറയിൽ നിന്ന് പാടുപെട്ട് എണീക്കുകയാണ് മാക്സിമസ് കെയ്നും അതുപോലെ വെസ്ലൂക്കോസിൽ നിന്ന് വന്ന ആ യോദ്ധാവും. മാക്സിമസ് വളരെ പാടുപെട്ട് എണീക്കാൻ ശ്രമിക്കുകയാണ്. ആ നിമിഷത്തിൽ ഡസ്റ്റിൻ അയാളുടെ വലത് കൈ പുറകിലോട്ട് നീട്ടി. ആ കൈ കൃത്യം പുറകിൽ കുത്തിക്കയറിയിരിക്കുന്ന കത്തിയുടെ പിടിയിൽ പിടിച്ചു. ഡസ്റ്റിനെ വളഞ്ഞു നിൽക്കുന്ന ആ വെള്ള വസ്ത്രധാരികളും അതുപോലെ ആ കറുത്ത വസ്ത്രധാരികളും അമ്പരപ്പെടെ നോക്കുമ്പോൾ ഡസ്റ്റിൻ ആ കത്തി ഒരൊറ്റ വലി. ശരിക്കും ആ കത്തി വലിക്കപ്പെടുന്ന ആളുടെ ദേഹത്ത് അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വേദനയെക്കുറിച്ച് ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവന്മാർ അറിയാതെ മുഖം ഒന്ന് വലിച്ചു പോവുകയാണ്. ആ കത്തി വലിച്ചൂരിയ ഡസ്റ്റിൻ മാക്സിമസിനോട് പറഞ്ഞു, മാക്സിമസ് നീ സാന്റിയുമായി പോയിക്കോ, ഇവരെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഡസ്റ്റിൻ ഞാൻ കൂടെ നിൽക്കാം. ഏയ് മാക്സിമസ് പറഞ്ഞത് കേൾക്ക്, നീ സാന്റിയുമായി പോ. ഡസ്റ്റിൻ നിർബന്ധപൂർവ്വം ഒരു ഓർഡർ പോലെ മാക്സിമസ് കെയ്നോട് അങ്ങനെ പറഞ്ഞതും മാക്സിമസ് സാന്റിയെ താങ്ങി പുറത്തേക്ക് നടന്നു. സാന്റിയെ താങ്ങി പുറത്തേക്ക് പോകുന്ന മാക്സിമസിനെ ഡസ്റ്റിന് വളഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് കാണാം. പക്ഷെ അവരുടെ ലക്ഷ്യം ഡസ്റ്റിൻ റൈസ് ആയതുകൊണ്ട് തന്നെ അവർ മാക്സിമസിനെയും സാന്റിയും വെറുതെ വിടുകയായിരുന്നു. മാക്സിമസും അതുപോലെ സാന്റിയും കൂടി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി കൃത്യം 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കത്തി തറയിൽ കുത്തി കുനിഞ്ഞിരിക്കുന്ന ഡസ്റ്റിൻ റൈസിനെയാണ്. ഡസ്റ്റിൻ റൈസിന്റെ പുറത്തുനിന്ന് ഡസ്റ്റിൻ റൈസ് വലിച്ചു ഊരിയ ആ കത്തി ഡസ്റ്റിൻ തറയിൽ കുത്തി നിർത്തിയിരിക്കുകയാണ്. ആ കത്തി പിടിച്ച് ഡസ്റ്റിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡസ്റ്റിന്റെ ശരീരത്തിലൂടെ രക്തം ഒഴുകി ഇറങ്ങുന്നുണ്ട്. ആ ഹാളിൽ കറുപ്പും വെളുപ്പും കലർന്ന ഒരുപാട് ബോഡികൾ കിടപ്പുണ്ട്. ആ ബോഡികൾ പലതിൻ്റെയും തല അറ്റുപോയിട്ടുണ്ട്. ചിലരുടെയൊക്കെ കൈ, ചിലരുടെയൊക്കെ കാലൊക്കെയാണ് അറ്റു കിടക്കുന്നത്. ശരിക്കും കിതയ്ക്കുന്ന ഡസ്റ്റിൻ ആ കത്തി പിടിച്ച് ഒന്ന് എണീക്കാൻ ശ്രമിച്ചതും ഡസ്റ്റിന്റെ കൈ ആ കത്തിയിൽ നിന്ന് സ്ലിപ്പായി ഡസ്റ്റിൻ താഴേക്കങ്ങ് വീണു. തറയിലേക്ക് വീണ ഡസ്റ്റിൻ ഒന്ന് അനങ്ങി പെട്ടെന്ന് അങ്ങ് നിശ്ചലനായി. ഡസ്റ്റിന്റെ ശരീരത്തിലെ അവസാന ശ്വാസവും പുറത്തുപോയി എന്ന് തോന്നിയ ആ നിമിഷത്തിൽ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. മാർഗരറ്റ് കൊടുത്ത ഒരു രക്ഷ ഡസ്റ്റിൻ ഇടത് കൈയിൽ കെട്ടിയിരിക്കുകയാണ്. ഡസ്റ്റിൻ താഴെ വീണ് നിശ്ചലമായതും ആ രക്ഷയിൽ നിന്ന് ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം പെട്ടെന്ന് ഡസ്റ്റിന്റെ കയ്യിലേക്ക് വ്യാപിച്ചു. ഇടത് കൈയിലേക്ക് കയറിയ പ്രകാശം അതിവേഗം ശരീരം മുഴുവൻ അങ്ങ് വ്യാപിക്കുകയാണ്. ആ പ്രകാശം ശരീരം മുഴുവൻ വ്യാപിച്ചതും തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യം കൂടി സംഭവിച്ചു. ഡസ്റ്റിന്റെ ശരീരത്തിലേക്ക് പടർന്നു കയറിയിരുന്ന ആ കറുത്ത വിഷം ഡസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് പതുക്കെ അപ്രത്യക്ഷമായി തുടങ്ങുകയാണ്. ലോറൻസോ ശരിക്കും രഹസ്യമായി ആ കറുത്ത വിഷം അവിടെ പൊട്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഡസ്റ്റിന് ഇത്രയും ക്ഷീണം വരില്ലായിരുന്നു. ഡസ്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ലോറൻസോ ഒരു വല്ലാത്ത ഗെയിമാണ് കളിച്ചത്. ആ കറുത്ത വിഷം ഡസ്റ്റിൻ ശ്വസിച്ചു എന്ന് ഉറപ്പാക്കിയ ലോറൻസോ ഡസ്റ്റിന്റെ കരുത്ത് പൂർണ്ണമായി ചോർത്തിക്കളയാൻ വേണ്ടിയാണ് ഡസ്റ്റിന് അടുത്തേക്ക് ഒന്ന് ഓടി വന്നത്. തൽഫലമായി അയാളും ആ കറുത്ത വിഷം ശ്വസിക്കാൻ ഇടവന്നു. അയാൾക്ക് അറിയാം എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ സാധ്യതയെന്ന്. അയാൾ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചു. ഡസ്റ്റിന്റെ ശരീരത്തിലെ ആ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ലോറൻസോയുടെ ശരീരത്തിൽ നിന്ന് ആ വിഷത്തെ പുറത്തു കളയാൻ ശ്രമിച്ചു. സ്വാഭാവികമായും വിഷബാധ ഏറ്റിരിക്കുന്ന ഡസ്റ്റിൻ കൂടുതൽ ക്ഷീണിതനാകുമെന്ന് ലോറൻസിക്ക് അറിയാം. അങ്ങനെ ക്ഷീണിതനായ ഡസ്റ്റിന്റെ പുറകെ കൂടി അയാൾ കത്തി കുത്തിക്കയറ്റുകയായിരുന്നു. അങ്ങനെ കത്തി കുത്തിക്കയറ്റാൻ അയാൾക്ക് കഴിഞ്ഞത് ഡസ്റ്റിന്റെ ശരീരത്തിലേക്ക് കയറിയ ആ വിഷമാണ്. ആ വിഷമാണ് ഇപ്പോൾ ഡസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് നീങ്ങുന്നത്. ഡസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് ആ വിഷം പുറത്തേക്ക് നീങ്ങുന്ന ഇതേ നിമിഷത്തിൽ മാർഗരറ്റ് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റ് മാർഗരറ്റ് അതിവേഗം വാഷ് ബേസിലേക്ക് ഓടുകയായിരുന്നു. ശരിക്കും അവൾക്ക് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായതുകൊണ്ടാണ് മാർഗരറ്റ് വാഷ് ബേസിന് നേരെ ഓടിയത്. അവിടെ എത്തിയ മാർഗരറ്റ് ഒരു കുടം രക്തമാണ് ഛർദ്ദിച്ചത്. ആ രക്തം അവളുടെ വായിലൂടെ പുറത്തേക്ക് വന്നതും ഒരു വല്ലാത്ത അസ്വസ്ഥത മാർഗരറ്റിന് ഫീൽ ചെയ്തു. ആ അസ്വസ്ഥത മാർഗരറ്റിന് അനുഭവപ്പെട്ടതും മാർഗരറ്റ് പെട്ടെന്ന് പുറത്തേക്ക് ഓടി. ഈ സമയത്ത് സ്റ്റോണിയിലെ ഒരു ഒഴിഞ്ഞ തെരുവിൽ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് ഒരു മനുഷ്യൻ ഓടിക്കേറുകയാണ്.
ആ മനുഷ്യൻ ആ ബിൽഡിങ്ങിലേക്ക് ഓടിക്കേറുമ്പോൾ ആ ബിൽഡിങ്ങിനെ കാവലുള്ള ആളുകളൊക്കെ അയാൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. അയാൾ ഓടി വന്നത് ഒരു ഹാളിലേക്കാണ്. അയാളെ കണ്ടതും ഹാളിൽ പ്രധാന സീറ്റിൽ ഇരിക്കായിരുന്ന ആള് ചാടി എണീറ്റു. ഏയ് ലോറൻസോ, എന്തു പറ്റി? ചോദ്യം കേട്ടതും ലോറൻസോ ചോദിച്ച ആളോട് പറഞ്ഞു, ജനറൽ സ്റ്റാറ്റ്ഫോർഡ്, ഞാൻ ലോഗനെ തീർത്തു. ലോഗനെ തീർത്തു എന്ന് കേട്ടതും ജനറൽ സ്റ്റാറ്റ്ഫോർഡ് ഒന്ന് ചിരിച്ചു. ശരിക്കും അയാൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ആ പൊട്ടിച്ചിരി അവസാനിപ്പിച്ചുകൊണ്ട് അയാൾ ലോറൻസോട് പറഞ്ഞു, ഏയ് ലോറൻസോ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ സ്റ്റാറ്റ്ഫോർഡ് എന്ന് സംബോധന ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ അധ്യായമാണ്. എന്നെ വിറ്റേക്കർ എന്ന് മാത്രമേ വിളിക്കാവൂ. ജനറൽ സ്റ്റാറ്റ്ഫോർഡ് എന്ന വിറ്റേക്കർ ഇപ്പോ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ പവലിയൻ മാസ്റ്ററാണ്. ആ കാര്യം ഓർമ്മ വന്ന ലോറൻസോ വിറ്റേക്കറോട് പറഞ്ഞു, പവലിയൻ മാസ്റ്റർ, ഞാൻ അത് ചെയ്തു. ഞാൻ ലോഗനെ കൊന്നു. ഹേയ് ലോറൻസോ, നീ ശരിക്കും ധീരനാണ്. പവലിയൻ മാസ്റ്റർ, ഇനി എന്റെ മകളെ വിട്ടൂടെ? ലോറൻസിന്റെ മകളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ മകളെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് ലോറൻസ് ഉപയോഗിച്ച് ലോഗനെ കൊന്നത്. പെട്ടെന്ന് മകളെക്കുറിച്ച് ലോറൻസ് ചോദിച്ചതും വിറ്റേക്കർ ലോറൻസോട് പറഞ്ഞു, ഏയ് ലോറൻസോ, മകളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും വേണ്ട. അവൾ സുഖമായിരിക്കുന്നുണ്ട്. അവൾക്ക് ഭക്ഷണത്തിനോ ഒരു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ട് വരില്ല. ലോറൻസോ, നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുകയാണ്. പൗലി മാസ്റ്റർ, അടുത്ത ഘട്ടത്തിലേക്കോ? എന്താണത്? ലോറൻസോ, നമ്മൾ വെസ്റ്റ് ലൊക്കൂസിലേക്ക് പോവുകയാണ്. വെസ്റ്റ് ലൊക്കൂസിലേക്കോ? അത് പ്രശ്നമാവില്ലേ? നമ്മളെ കണ്ടാൽ അവര് പിടികൂടില്ലേ? ഏയ് ലോറൻസോ, നമ്മള് വേഷപ്രച്ഛന്നരായിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി റൂഫസ് റൈസിന് അധികം ആയുസില്ല. റൂഫസ് റൈസിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ വെസ്റ്റ് ലൊക്കൂസിലേക്ക് പോകണം. ഈ സംഭാഷണം കഴിഞ്ഞ് കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഡസൻ റൈസ് കണ്ണു തുറന്ന ഡസൻ അമ്പരപ്പോടെ ചുറ്റും നോക്കുകയാണ്. ഡസൻ അറിയാതെ ഉറക്കെ ചോദിച്ചുപോയി, ഞാൻ മരിച്ചില്ലേ? അതിന് മറുപടി പറഞ്ഞത് ഒരു സ്ത്രീ ശബ്ദമാണ്. ഹേയ് ലോഗൻ, നിന്നെ അങ്ങനെ അങ്ങ് മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കൂ? അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർഗറ്റ് ഡസൻ അടുത്തേക്ക് വന്നു. ഡസൻ മാർഗറ്റിനെ കണ്ടപ്പോൾ ഒന്ന് എണീക്കാൻ ശ്രമിച്ചു. അത് കണ്ടത് മാർഗറ്റ് പറഞ്ഞു, ഹേയ് ലോഗൻ, കിടക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർഗറ്റ് ഡസന്റെ നെഞ്ചിലൊന്ന് തൊട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഡസൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഡസന്റെ നെഞ്ചില് ഒരു ബാൻഡേജ് ഉണ്ട്. ഡസൻ നെഞ്ചിലൂടെ ലോറൻസോ കയറ്റി ഇറക്കിയ ആ വാള് കടന്നു പോയിരിക്കുന്ന ഭാഗമൊക്കെ ബാൻഡേജ് ഇട്ട് വെച്ചിരിക്കുകയാണ്. മാർഗറ്റ് ഡസനോട് പറഞ്ഞു, ലോഗൻ, ആ ജെയ് ഡ്യൂ ഓയിൻമെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. മുറിവുകളൊക്കെ ഏതാണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നെഞ്ചിനകത്തുള്ള മുറിവാണ് ഉണങ്ങേണ്ടത്. മാർഗറ്റ്, നീ എങ്ങനെയാ എന്നെ രക്ഷിച്ചത്? ഏയ് ലോഗൻ, ഞാൻ ലോഗന് ഒരു രക്ഷ നൽകിയത് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഞാൻ കൈ കെട്ടിയിരുന്നു. അങ്ങനെ പറഞ്ഞ ഡസൻ കയ്യിലേക്ക് നോക്കിയപ്പോൾ കയ്യിൽ ആ രക്ഷയില്ല. ഹേയ് ലോഗൻ, അവിടെ നോക്കണ്ട. ആ രക്ഷയാണ് ലോഗനെ രക്ഷിച്ചത്. രക്ഷ എന്നെ രക്ഷിച്ചു. അതെ ലോഗൻ, ഞാൻ 10 കൊല്ലം കഠിനമായി പരിശ്രമിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അത്ഭുത കൂട്ടാണ് ആ രക്ഷ. യഥാർത്ഥത്തിൽ അങ്ങനെ 2 ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൈ കെട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തത് ഞാൻ ലോഗന് നൽകിയത്. ലോഗൻ റൈസ് മാർഗറ്റിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് വിളിച്ചു പറയുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ മാർഗറ്റ് പറഞ്ഞത്. അവളുടെ ജീവിതത്തിലെ 10 കൊല്ലമാണ് ആ രക്ഷകൾ ഉണ്ടാക്കാനായി അവൾ മാറ്റിവെച്ചത്. ആ രക്ഷ ശരിക്കും ഡസന്റെ രക്ഷയായി മാറുകയായിരുന്നു. മാർഗറ്റ് പറഞ്ഞത് കേട്ടതും ഡസൻ അവിശ്വസതയോടെ മാർഗറ്റ് നോക്കിയിട്ട് മാർഗറ്റോട് പറഞ്ഞു, മാർഗറ്റ്, അത് കൊള്ളാമല്ലോ, എനിക്ക് 2 തോന്നും കൂടെ വേണം. ഹേയ് ലോഗൻ, അത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ആ രക്ഷയ്ക്ക് ഉണ്ടാക്കുന്ന ആളുടെ ലൈഫുമായി ബന്ധമുണ്ട്. ലോഗന് പരിക്കേറ്റപ്പോൾ അത് എന്നെയും ബാധിച്ചു. ലോഗൻ റൈസിന്റെ ശരീരത്തിലേക്ക് ആ രക്ഷ പ്രവർത്തിച്ചു തുടങ്ങിയ അതേ നിമിഷത്തിൽ ശരിക്കും ശക്തമായി മാർഗറ്റ് രക്തം ഛർദ്ദിക്കുകയായിരുന്നു. അവ തമ്മിൽ ഒരു കണക്ഷനുണ്ട്. യഥാർത്ഥത്തിൽ അവളുടെ ലൈഫിന്റെ എസൻസ് അവൾ ആ രക്ഷയായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് കാര്യമായി ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ അത്രയും ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആ രക്ഷയുടെ ഉടമയാണ്. മാർഗറ്റ് ആ കാര്യം ഡസ്റ്റിനോട് പറഞ്ഞപ്പോൾ ഡസ്റ്റിന് ശരിക്കും മാർഗറ്റിൽ വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. മാർഗറ്റ്, എനിക്ക് ഉടനെ വെസ്റ്റ് ലൊക്കൂസിൽ അച്ഛന് വിവരം അറിയിക്കണം. എനിക്കൊരു സംശയമുണ്ട്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഞാൻ മരിച്ചു എന്ന് കരുതി വെസ്റ്റ് ലൊക്കൂസിൽ ചെന്ന് അച്ഛനെ നേരിടാൻ സാധ്യതയുണ്ടെന്ന്. ഏയ് ലോഗൻ, അതൊക്കെ വിട്ടേക്ക്. ഞാൻ ലോഗന്റെ പിതാവിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞു.
ശരിക്കും വളരെ വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മാർഗരറ്റ് എന്നതിന്റെ സൂചനയാണ് മാർഗരറ്റിന്റെ ആ വാക്കുകൾ. ലോഗൻ ഉറങ്ങുന്ന സമയത്ത് അവൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. മാർഗരറ്റ് സത്യമായിട്ടും മാർഗരറ്റിനെ അതിശയപ്പെടുത്തുകയാണ്. മാർഗരറ്റ്, ഞാൻ ഉറപ്പിച്ച് ഒരു കാര്യം പറയട്ടെ. ലോഗൻ പറഞ്ഞോളൂ. മാർഗരറ്റിന്റെ പിതാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന് ഒരു അനന്തരാവകാശിയെ കണ്ടുപിടിച്ചു കൊടുക്കാൻ. സത്യമായിട്ടും എനിക്ക് ഇപ്പോ അതിന്റെ ഉത്തരം അറിയാം. ലോഗൻ ആളെ കണ്ടുപിടിച്ചു. അതെ മാർഗരറ്റ്, ഞാൻ കണ്ടുപിടിച്ചു. അത് മറ്റാരുമല്ല, മാർഗരറ്റ് തന്നെയാണ്. ഡെസൻഡൈസ് പറഞ്ഞ വാചകം കേട്ട് മാർഗരറ്റ് ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ നിന്നു പോവുകയാണ്. ശരിക്കും അവിടെ സ്തംഭിച്ചു പോയി എന്ന് പറയാം. ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം മാർഗരറ്റ് ഡെസ്റ്റിനോട് പറഞ്ഞു, ഏയ് ലോഗൻ, തമാശ പറയാതെ. മാർഗരറ്റ്, ഞാൻ തമാശയല്ല പറഞ്ഞത്. മാർഗരറ്റിന്റെ 3 സഹോദരന്മാരെയും ഞാൻ പരിചയപ്പെട്ടതാണ്. മാർഗരറ്റിനെയും അവരെയും കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാളൊക്കെ ഈ രാഷ്ട്രത്തിന് അനുയോജ്യ മാർഗരറ്റ് തന്നെയാണ്. മാർഗരറ്റാണ് നമ്മുടെ ഈ രാജ്യത്തെ നയിക്കേണ്ടത്. ലോഗൻ എന്തായി പറയുന്നത്? പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ നമ്മുടെ രാജ്യത്തെ നയിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിനിടയിൽ സ്ത്രീകൾ ആരും രാജ്യത്തിന്റെ ഭരണത്തിൽ വന്നിട്ടില്ല. ഏയ് മാർഗരറ്റ്, സ്ത്രീകൾക്ക് എന്താ കുറവ്, എന്താ കുഴപ്പം? സ്ത്രീ ഭരിച്ചാലും ഒരു കുഴപ്പവും വരത്തില്ല. ലോഗൻ റൈസ് മാർഗരറ്റിനെ ശരിക്കും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ മാർഗരറ്റ് ലോഗനോട് പറഞ്ഞു, ലോഗൻ, തൽക്കാലം നമുക്ക് ഈ വിഷയം വിടാം. ഞാൻ അനുയോജ്യ അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ലോഗൻ, എൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ലോഗൻ, ഇപ്പോഴും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ആളുകൾ പുറത്തുണ്ട്. അവരെ അങ്ങനെ വളരാൻ അനുവദിച്ചാൽ അത് ലോഗന് പ്രശ്നമാകും. ഡ്രാഗൺ മാഷിന്റെ കിരീടാവകാശിയിൽ നിന്ന് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലേക്ക് വിഷയം മാർഗരറ്റ് തിരിച്ചതും ഡെസൻഡൈസ് മാർഗരറ്റിനോട് പറഞ്ഞു, മാർഗരറ്റ്, എനിക്ക് വെസ്റ്റ് ലുക്കോസിലേക്ക് പോയേ പറ്റൂ. വെസ്റ്റ് ലുക്കോസിലേക്ക് ഡസ്റ്റിന് പോയേ പറ്റൂ എന്ന് ഡസ്റ്റിൻ പറഞ്ഞതും മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, വെസ്റ്റ് ലുക്കോസിലേക്ക് ഈ കണ്ടീഷനിൽ ലോഗൻ പോകുന്നത് ശരിയല്ല. ലോഗന്റെ മുറിവെല്ലാം ഉണങ്ങിയിട്ട് വേണ്ട സപ്പോർട്ടോട് കൂടിയാണ് അവിടേക്ക് പോവാൻ. സപ്പോർട്ടൊന്നും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ പ്രശ്നമാവും. ആളുകൾ ഇന്ന് തിരിച്ചറിയും. ലോഗൻ, ആളുകൾ തിരിച്ചറിയാതെ ഒരു സപ്പോർട്ട് നൽകാൻ പറ്റുന്ന ഒരാളെ എനിക്കറിയാം. അതാരാ? ഞാൻ തന്നെ. പ്രിൻസസ് എന്തായി പറയുന്നേ? അതെ ലോഗൻ, ഞാൻ ലോഗനൊപ്പം വരാൻ പോവുകയാണ്. മാർഗരറ്റ്, ഒന്നാമത് ഞാൻ ക്ഷീണിതനാണ്. എൻ്റെ ആരോഗ്യം പൂർണ്ണ രീതിയിൽ ഞാൻ വീണ്ടെടുത്തിട്ടില്ല. അതിനിടയിൽ മാർഗരറ്റിനെ കൂടെ കൊണ്ടുപോയാൽ അത് എങ്ങനെ ശരിയാവും? ലോഗൻ എൻ്റെ ശക്തിയിൽ സംശയമുണ്ടല്ലേ? ലോഗൻ, അതിപ്പോ നമുക്ക് തീർക്കാം. അത് കണ്ടല്ലോ, മാർഗരറ്റ് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ലോഗൻ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ പാറ കണ്ടു. ഡസ്റ്റിൻ ആ ഭാഗത്തേക്ക് നോക്കിയ ആ നിമിഷത്തിൽ മാർഗരറ്റ് വലത് കൈ ഒന്ന് ചലിച്ചു. ശരിക്കും ഒരു വെള്ളപ്രകാശം മാർഗരറ്റിന്റെ കയ്യിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ പ്രകാശം ആ പാറയിൽ ഇടിച്ചതും പാറ അനവധി കഷ്ണങ്ങളായി ചിതറി. ആ കാഴ്ച കണ്ട ഡസ്റ്റിൻ മാർഗരറ്റിനോട് ചോദിച്ചു, മാർഗരറ്റ്, നീ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണല്ലേ? മാർഗരറ്റിന്റെ സഹോദരന്മാർ ആരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അല്ല, പക്ഷെ മാർഗരറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ആ യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇതാ ഡസ്റ്റിന് മുന്നിൽ വെളിവാകുന്നത്. ഡസ്റ്റിന് ചോദ്യം കേട്ടതും മാർഗരറ്റ് ഒന്ന് ചിരിച്ചു. ലോഗൻ, എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ. എന്നെ എൻ്റെ മാസ്റ്റർ നന്നായി പരിശീലിപ്പിച്ചു. അവൾ എങ്ങനെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയി എന്നതിന്റെ സൂചന മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞതാണ്. മാർഗരറ്റ് അതിശക്തിയാണെന്നും ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണെന്നും ഡസ്റ്റിന് തോന്നിയ നിമിഷത്തിൽ ഡസ്റ്റിൻ ഒരിക്കൽ കൂടി മാർഗരറ്റിനോട് പറഞ്ഞു, മാർഗരറ്റ്, ഞാനിപ്പോ ഉറപ്പിച്ചു പറയുകയാണ്, ഈ രാഷ്ട്രം മാർഗരറ്റിനെ അതിൻ്റെ നേതാവായി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ചക്രവർത്തിനെ ആകേണ്ടത് സത്യമായിട്ടും മാർഗരറ്റാണ്. ഡസ്റ്റിൻ പറയുന്നത് കേട്ടപ്പോൾ മാർഗരറ്റ് ഒന്ന് ചിരിച്ചിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വെസ്റ്റ് ലുക്കോസിലേക്ക് പോവാം. കിരീടാവകാശത്തെക്കുറിച്ചുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ ഡസ്റ്റിൻ മാർഗരറ്റിന്റെ പേര് അവളുടെ അച്ഛനോട് സൂചിപ്പിക്കുന്ന ഒരു തോന്നൽ മാർഗരറ്റിനുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൾ പെട്ടെന്ന് വെസ്റ്റ് ലുക്കോസിയുടെ വിഷയം എടുത്തിട്ടത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡസ്റ്റിന്റെ മുറിവുകളെല്ലാം ഉണങ്ങി. ഇതിനിടയിൽ മാക്സിമസ് കെയ്നും സാന്റിയും അതുപോലെ എലിജും കാറ്റ്ലിനും ഒക്കെ മാർഗരറ്റ് കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെയൊക്കെ സുരക്ഷ മാർഗരറ്റ് തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ്. മാർഗരറ്റിന്റെ റോയൽ ഗാർഡ്സ് അവർക്ക് സംരക്ഷണത്തിന് ഉണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാർഗരറ്റും ഡെസൻഡൈസും സ്റ്റോണിൽ നിന്ന് വെസ്റ്റ് ലുക്കോസിലേക്ക് തിരിച്ചു, ഒരു പ്രൈവറ്റ് ജെറ്റിൽ. ആ വിമാനത്തിൽ ഇരിക്കുമ്പോൾ മാർഗരറ്റ് ഡസ്റ്റിന് മുന്നിലേക്ക് ഒരു പേപ്പർ എടുത്തു വെച്ചു. ഡസ്റ്റിൻ ഈ ലിസ്റ്റ് നോക്കി.
ഡ്രാഗൺ മാർഷൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ മാർഗറ്റ് ഡസ്റ്റിന്റെ കയ്യിലേക്ക് വെച്ചത്. ഡസ്റ്റിൻ ആ ലിസ്റ്റിലേക്ക് നോക്കിയപ്പോൾ ഒന്നാമത്തെ ആയുധം കോർണിയസ് ഷുവാൻചിയുടെ കയ്യിലിരിക്കുന്ന ആയുധമാണ്. രണ്ടാമത്തത് ഡ്രാഗൺ ബേർഡാണ്. അതിൻ്റെ ഉടമയുടെ പേര് വളരെ വ്യക്തമായി അടിച്ചിട്ടുണ്ട്, ലോഗൻ റൈസ്. 3, 4, 5, 6 ഒക്കെ ആയിട്ട് ഇങ്ങനെ വേറെ ആയുധങ്ങളും ആളുകളുടെ പേരുകളൊക്കെ ഉണ്ട്. 10ാം സ്ഥാനത്ത് വീണ്ടും ഒരു ആയുധത്തിന്റെ പേരുണ്ട്, സ്കൈ സോട്ട്. ഉടമയുടെ പേരുമുണ്ട്, ലോഗൻ റൈസ്. ഹേയ് ലോഗൻ, ഈ ലിസ്റ്റിൽ ഡ്രാഗൺ മാർഷലിലെ ഏറ്റവും ശക്തിയുള്ള 10 ആയുധങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ 2 ലോഗന്റെ കൈവശമാണ്. അത് കേട്ടതും ലോഗൻ മാർഗറ്റിനോട് പറഞ്ഞു, മാർഗറ്റ്, ഇത് വലിയ വിഷയമാകുമല്ലോ. എൻ്റെ കയ്യിൽ ഈ ആയുധങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ ആളുകൾ എന്നെ തേടി വരാൻ സാധ്യതയുണ്ട്. ലോഗൻ, ഈ ലിസ്റ്റ് ഒന്ന് നോക്കി. ലോഗന്റെ മറുപടി കേട്ടപ്പോൾ മാർഗറ്റ് അടുത്ത ലിസ്റ്റ് ഡസ്റ്റിന്റെ കയ്യിലേക്ക് വെച്ചു. ഡ്രാഗൺ മാർഷലിലെ 30 വയസ്സിന് താഴെയുള്ള ജീനിയസുകളുടെ ലിസ്റ്റാണ് ഡസ്റ്റിൻ റൈസിന്റെ കയ്യിലേക്ക് മാർഗറ്റ് വെച്ചത്. അതിൽ 1ാം സ്ഥാനത്ത് 2 പേരുകളുണ്ട്, ലോഗൻ റൈസ്, ടൈലർ ജൂഡി. 2 പേരാണ് 1ാം സ്ഥാനത്ത്. ആ 2 പേരിൽ ആരാണ് ഒന്നെന്ന് തീരുമാനിക്കാൻ ആ ലിസ്റ്റ് ഉണ്ടാക്കിയ ആളുകൾക്ക് പറ്റാത്തത് കൊണ്ടാണ് ആ ലിസ്റ്റിൽ അവരങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് അബീഗൽ റോബിൻസനാണ്. 4ാം സ്ഥാനത്ത് സ്കാർലറ്റ് സ്പാനറാണ്. 5ാം സ്ഥാനത്ത് ആദം സ്പാനറാണ്. 30 വയസ്സിന് താഴെയുള്ള മിടുക്കരായ ചെറുപ്പക്കാരുടെ ലിസ്റ്റ് കണ്ട ഡസ്റ്റിനോടായി മാർഗറ്റ് പറഞ്ഞു, ഹേയ് ലോഗൻ, ലോഗന്റെ കയ്യിൽ നിന്ന് ആരും ആ ആയുധം പിടിച്ചു വാങ്ങാൻ വരില്ലെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞിട്ട് മാർഗറ്റ് അടുത്ത ലിസ്റ്റൂടെ ലോഗന്റെ കയ്യിലേക്ക് കൊടുത്തു. വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റ് എന്ന പേരുള്ള ആ ലിസ്റ്റിൽ ഡ്രാഗൺ മാർഷലെ പ്രായ വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ ഏറ്റവും മിടുക്കരായ ആളുകളുടെ ലിസ്റ്റാണുള്ളത്. 1ാം സ്ഥാനത്ത് അതിനകത്ത് കോർണിയസ് ഷുവാൻചിയാണ്. ആ ലിസ്റ്റിൽ അനവധി പേരുകളുണ്ട്. അതിൽ 10ാം സ്ഥാനത്ത് ലോഗൻ റൈസ് / ടൈലർ ജൂഡിങ് എന്നുണ്ട്. ജീനിയസ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ള ആളുകൾ ഇതാ പ്രധാന ലിസ്റ്റിലെ 10ാം റാങ്കിൽ എത്തിയിരിക്കുകയാണ്. ആ ലിസ്റ്റ് നോക്കുന്ന ഡസ്റ്റിനോടായി മാർഗറ്റ് പറഞ്ഞു, ഇത് ഡ്രാഗൺ മാർഷലിലെ ഏറ്റവും ശക്തരായ 10 ആളുകളുടെ പേരുകളാണ്. ഈ ലിസ്റ്റിൽ പേരുള്ള ആളുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങാൻ ഒരാളും വരില്ല. ഉറപ്പല്ലേ ലോഗൻ? അങ്ങനെ മാർഗറ്റ് പറയുമ്പോൾ ഡസ്റ്റിന്റെ കണ്ണുകൾ ആ ലിസ്റ്റിൽ തന്നെയുണ്ട്. ആ ലിസ്റ്റിൽ നേരത്തെ പേരുണ്ടായിരുന്ന നെസ്റ്ററും ബായ് ലീയും ലീ യുവാൻവുവും സ്റ്റെർലിംഗ് റേഷോ ഒക്കെ ആ ലിസ്റ്റിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. പുതിയ ആളുകളാണ് ആ ഭാഗത്ത് കടന്നു വന്നിരിക്കുന്നത്. ഡസ്റ്റിൻ റൈസ് ആ ലിസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റിനെയും മാർഗറ്റിനെയും കൊണ്ട് ആ പ്രത്യേക വിമാനം വെസ്റ്റ് ലുക്കോസിയ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്റ്റോണിൽ നിന്ന് വെസ്റ്റ് ലുക്കോസിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനിയുള്ള കഥ നടക്കുന്നത് വെസ്റ്റ് ലുക്കോസിയിലാണ്, ഡസ്റ്റിന്റെ സ്വന്തം സ്ഥലം. ഇതുവരെ ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.